ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആപ്കി അദാലത്തിൽ ഇന്ന് വരാൻ പോകുന്നത് ക്രിക്കറ്റ് ലോകത്തെ ഒരു ഷൈനിങ് സ്റ്റാർ ആണ്. അദ്ദേഹം 13 വർഷമായി ലോകത്തിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. നമുക്കും എന്റർടൈൻമെന്റ് തന്നിട്ടുണ്ട്. ഇദ്ദേഹം എങ്ങനെയുള്ള ബാറ്റ്മാൻ ആണെന്ന് വെച്ചാൽ ലോകത്തുള്ള ഏത് ഗ്രൗണ്ടിലും ഇദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് ഏത് ബൗളറാണെങ്കിലും ഒന്ന് പേടിക്കും. അദ്ദേഹം തന്റെ പ്രത്യേകമായ ശൈലിയിൽ ബാറ്റ് വീശുമ്പോൾ ഏത് ബോളാണോ അടിക്കുന്നത് തീർച്ചയായും ബൗണ്ടറി കടക്കും. പ്ലീസ് വെൽക്കം ലോക ക്രിക്കറ്റിന്റെ സ്റ്റൈൽ തന്നെ മാറ്റി എഴുതിയ വീരേന്ദ്ര സെവാഗ്. ഈ ക്ലാപ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. കാരണം ഇന്ന് ആപ്കി അദാലത്തിൽ ഞാൻ ജഡ്ജിയായി വിളിക്കാൻ പോകുന്നത് ക്രിക്കറ്റ് ലോകത്തിന്റെ മറ്റൊരു സ്റ്റാറായ ടെസ്റ്റ് പ്ലെയറും സെലക്ടറും ഇപ്പോൾ കമന്റേറ്ററുമായ ജസ്പാൽ ശർമ്മ. ആപ്കി അദാലത്തിൽ നമ്മൾ വിചാരണ തുടങ്ങുന്നതിന് മുൻപ്, ഇന്നത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജിയായ യശ്പാൽ ശർമ്മയുടെ അനുവാദം നമുക്ക് ആദ്യം ചോദിക്കാം. ഇന്നത്തെ വിചാരണ തുടങ്ങിയേക്കാം. വീരേന്ദ്ര സേവാങ്ങിനെതിരായ ആപ്കി അദാലത്തിലെ ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ വീരേന്ദ്ര സേവാങ്ങിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു വാശിക്കാരനാണ് എന്നുള്ളതാണ്. താങ്കളുടെ അമ്മ മുഖേനയാണ് ഞാൻ ഈ കാര്യം അറിഞ്ഞത്. 2 വയസ്സുള്ളപ്പോഴേ താങ്കൾ വാശി പിടിച്ച് കരയുമായിരുന്നു. പിന്നെ ക്രിക്കറ്റ് ബോളും ബാറ്റും നൽകുന്നതുവരെ തുടർന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും പറഞ്ഞു. എനിക്ക് 2 വയസ്സുണ്ടായിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നോന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. കാരണം ഒരു കുഞ്ഞ് കരയുന്ന സമയത്ത് അതിൻ്റെ കരച്ചിൽ എങ്ങനെ നിർത്തണമെന്ന് ഒരു അമ്മയ്ക്ക് മാത്രമേ അറിയൂ. പിന്നെ ആ കരച്ചിൽ ഒരു സാധനത്തിന് വേണ്ടിയാണെങ്കിൽ ആ സാധനം നമുക്ക് വാങ്ങി തന്നേ തീരൂ, ഒബ്വിയസ്ലി. പിന്നെ എനിക്കൊരു കാര്യം നല്ല ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞിരുന്നു. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ മാർക്കറ്റിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ വഴിയിൽ ഒരു കണ്ണട കച്ചവടക്കാരൻ അവിടെ വഴിയിൽ ഇങ്ങനെ കണ്ണടയും പിടിച്ചുകൊണ്ട് വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ അവിടെ കണ്ടപ്പോൾ ഞാൻ ആ കണ്ണട വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ചെറിയച്ഛൻ എൻ്റെ കരച്ചിൽ നിർത്താൻ വേണ്ടി എനിക്ക് ആ കണ്ണട വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്നു. എൻ്റെ ചെറിയ പ്രായത്തിലെ ഫോട്ടോസൊക്കെ നോക്കിയാൽ എല്ലാ ഫോട്ടോയിലും ഞാൻ ആ കറുപ്പ് കളർ കണ്ണട വെച്ചിട്ടുണ്ടാവും. അന്ന് എനിക്കൊരു 5 or 6 വയസ്സ് കാണും. ആ സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ 2 വയസ്സിൽ ബാറ്റിനും ബോളിനും വേണ്ടി കരഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്നാലും അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും സത്യമായിരിക്കും. താങ്കളുടെ ആ വാശി ഇപ്പോഴും താങ്കളെ വിട്ടിട്ട് പോയിട്ടില്ല അല്ലേ? ആ വാശി നല്ലതിനാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു വിടണം? ആ വാശി നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന കാര്യത്തിലാണെങ്കിൽ അത് നല്ല വാശിയല്ലേ? എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നന്നായിട്ട് ബാറ്റിംഗ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അതൊരു നല്ല വാശിയല്ലേ? മോശം വാശിയാണെങ്കിൽ അത് ഉപേക്ഷിക്കണം. പക്ഷെ നല്ലതങ്ങനെ ചെയ്യണ്ട. ശരി, അങ്ങനെയാണെങ്കിൽ താങ്കൾ തന്നെ പറയാം, ഈ വാശി നല്ലതാണോ അതോ മോശമാണോ? എല്ലാ ക്രിക്കറ്റേഴ്സും താങ്കളോട് പറയാറുണ്ട് താങ്കളുടെ സ്റ്റൈൽ നേരെയാക്കണമെന്ന്. ചില ബോളുകൾ വിട്ടുകളയുക, വളരെ കുറച്ച് ഷോട്ടുകൾ കളിക്കുക, ഫീറ്റ് മൂവ് ചെയ്ത് കളിക്കുക. പക്ഷെ ആര് പറയുന്നതും താങ്കൾ കേൾക്കാറില്ല. പക്ഷേ സാർ, അതൊരു അനാവശ്യമായ വാശിയാണ്. ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ. കാരണം ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ ഏത് ഗെയിമാണോ കളിക്കുന്നത്, എനിക്ക് എന്തുകൊണ്ടാണ് സക്സസ് കിട്ടിയത്, അതാണ് എനിക്ക് ബെറ്റർ ഐഡിയ. സോ ജനങ്ങൾ എനിക്ക് അവരുടെ ഒപ്പീനിയൻസ് തരും, അവരുടെ അഭിപ്രായങ്ങൾ പറയും. ഒരു നല്ല കളിക്കാരൻ അതിൽ നല്ല അഭിപ്രായങ്ങൾ സ്വീകരിക്കും. അത് ബാറ്റിങ്ങിൽ ഇംപ്ലിമെന്റ് ചെയ്യും. അതിലൂടെ കൂടുതൽ സക്സസ്ഫുള്ളും ആയേക്കാം. എനിക്കങ്ങനെ ഒരുപാട് ഒപ്പീനിയൻസ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു നല്ല ഒപ്പീനിയൻ ഏതാണെന്ന് വെച്ചാൽ ശ്രീകാന്ത് സാറിന്റെയും ഗവാസ്കർ സാറിന്റെയുമാണ്. അവർ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ലെഗ് സ്റ്റമ്പിന്റെ പുറത്ത് നിൽക്കുന്നു, ബോളിൽ നിന്ന് ഒരുപാട് അകലെ നിൽക്കുന്നു, അതുകൊണ്ട് ഒരുപാട് തവണ ഞാൻ സ്റ്റംപ് ഔട്ട് ആവുന്നു എന്ന്. സോ അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ മിഡിൽ ഓഫിൽ നിൽക്കണമെന്ന്, ബോളിന്റെ അടുത്ത് നിന്നാൽ നന്നായിട്ട് ബാറ്റിംഗ് ചെയ്യാൻ പറ്റുമെന്നും നല്ല റൺ എടുക്കാൻ പറ്റുമെന്നും പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് മുതൽ എനിക്ക് നന്നായിട്ട് റൺസ് സ്കോർ ചെയ്യാൻ പറ്റി. 150, 200, 6 തവണ 200 അടിച്ചിട്ടുണ്ട്, 2 തവണ 300 അടിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ എനിക്കൊരു നല്ല ഒപ്പീനിയൻ ശ്രീകാന്ത് സാറിൻ്റെ അടുത്തുനിന്നും ഗവാസ്കർ സാറിൻ്റെ അടുത്തുനിന്നും കിട്ടി.
വേറെയും ഒരുപാട് പേര് എനിക്ക് ഒരുപാട് അഡ്വൈസുകൾ തന്നു. ബോൾ അങ്ങനെ തിരിക്കണം, ബാറ്റ് ഇങ്ങനെ പിടിക്കണം എന്നൊക്കെ. അതൊക്കെ വേസ്റ്റ് ആയിരുന്നു. കാരണം എനിക്കറിയാം എൻ്റെ ബോളിംഗ് എങ്ങനെയാണ്, എനിക്ക് ബാറ്റ് എങ്ങനെ പിടിക്കണം, എൻ്റെ ടെക്നിക്സ് എന്താണെന്നൊക്കെ. ഒരു സിനിമയിൽ സൽമാൻ ഖാന്റെ ഡയലോഗ് ഇങ്ങനെയാണ്, അതായത് ഒരു പ്രാവശ്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ വാക്ക് ഞാൻ പോലും കേൾക്കില്ലെന്ന്. അതുപോലെ സേവാങ്ക് ഒരു ബോൾ അടിച്ചു കളിക്കണം തീരുമാനിച്ച അദ്ദേഹത്തിന്റെ വാക്ക് അദ്ദേഹം പോലും കേൾക്കില്ല. നോക്കൂ, ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ബോൾ ബൗണ്ടറിയിലേക്ക് പോകണം. പിന്നെ ബാറ്റ്സ്മാൻമാരായ ഞങ്ങളുടെ ജോലി അത് അങ്ങോട്ട് കൊണ്ടുപോയി എത്തിക്കുകയാണ്. സോ എൻ്റെ ബാറ്റിങ്ങിൽ ഞാൻ അതാണ് ചെയ്തത്. സോ എനിക്ക് എപ്പോഴൊക്കെ 6ഉം 4ഉം അടിക്കാനുള്ള അവസരം കിട്ടിയോ അപ്പോഴൊക്കെ ഞാനത് വേസ്റ്റ് ആക്കിയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, ഞാൻ പുതിയതായിട്ട് ഓപ്പണർ ആയിരുന്നപ്പോൾ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. ആ ഭയം എന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റ് ബോളിംഗ്, ന്യൂ ബോൾ, ഇത് ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി അടിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടെന്നാൽ ആ ഭയം ബോളേഴ്സിന് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു. ബാറ്റ്സ്മാൻ മാത്രം എന്തിനാ പേടി, ബോളർക്കും ആ പേടി ഉണ്ടാവട്ടെ എന്ന് ഞാൻ കരുതി. അത്രേ ഉള്ളൂ. എക്സ്പേർട്സ് പറയാറില്ലേ കൂടുതൽ അടിച്ചു കളിക്കുന്നതിലും ചില പ്രശ്നങ്ങളുണ്ടെന്ന്. 2003 മാച്ച് ഓർമ്മയുണ്ടോ? 195 താങ്കളെടുത്ത ആ കളി. അപ്പൊ ടെണ്ടുൽക്കർ എന്താ പറഞ്ഞത്? അതെ, അന്ന് ഒരു ദിവസം കൊണ്ട് ഞാൻ 195 റൺ എടുത്തു. ഒരു 6 അടിച്ചുകൊണ്ട് ഡബിൾ സെഞ്ചുറി തികയ്ക്കാമെന്ന് കരുതി. പക്ഷേ ആ ഷോട്ടിലൂടെ ഞാൻ ഔട്ടായി. ഞങ്ങളുടെ അടുത്ത സീരീസ് പാകിസ്ഥാനുമായിട്ടായിരുന്നു. ഞാൻ സച്ചിൻ തെണ്ടുൽക്കറിന്റെ കൂടെ ബാറ്റിംഗ് ചെയ്തപ്പോൾ ഞാൻ 194 റൺ എടുത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം എന്നെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. ലാസ്റ്റ് ടൈം നീ 195 റൺ എടുത്തപ്പോൾ നമ്മൾ ടെസ്റ്റ് മാച്ചിൽ തോറ്റു. അതുകൊണ്ട് നീ കെയർഫുൾ ആയിട്ടിരിക്കണം, ഇത്തവണ 194 ഔട്ട് ആവാൻ പാടില്ല എന്ന്. 200, 250 എടുക്കണമെന്നും പറഞ്ഞു. എന്നാലേ നമ്മുടെ ടീമിനെ ജയിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം പറഞ്ഞത് കേട്ട് 201, 203 അങ്ങനെ അടിച്ചടിച്ച് 294 എത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇപ്പം നമ്മൾ നല്ല പൊസിഷനിലാണുള്ളത്, അതുകൊണ്ട് ഞാനൊരു 6 അടിച്ച് എൻ്റെ ട്രിപ്പിൾ സെഞ്ചുറി തികയ്ക്കാം. സോ ഞാൻ പറഞ്ഞതുപോലെ ചില സമയം ചിലർ പറയുന്നതൊക്കെ നമ്മൾ കേട്ടേ തീരൂ. അവർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. അന്ന് സച്ചിൻ തെണ്ടുൽക്കർ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു അത് പറഞ്ഞത്. ഞാൻ 194 ഔട്ട് ആവാൻ പാടില്ല എന്ന്. അങ്ങനെ അത് കേട്ടുകൊണ്ട് ഞാൻ 300 റൺ വരെ അന്ന് സ്കോർ ചെയ്തു. പക്ഷേ ബൗളേഴ്സിന്റെ മനസ്സിലൊരു പേടിയുണ്ടായി. സാദിഖ് മുഹമ്മദ് പാകിസ്ഥാന്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആണ്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സേവാങ് മൈതാനത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ഏതോ ഒരു തീവ്രവാദി വന്ന ഒരു ഫീലാണ്. ആക്ച്വലി ഞാൻ ഇതുപോലുള്ള ഒരുപാട് കമന്റ്സ് ഒക്കെ മുന്നേയും കേട്ടിട്ടുണ്ട്. പക്ഷേ തീവ്രവാദി എന്നൊരു കമന്റ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഡേഞ്ചറസ്, ഡിസ്ട്രക്റ്റീവ്, ക്രൂരൻ, ഇതുപോലുള്ള വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ വാക്ക് ഇന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അദ്ദേഹം താങ്കളുടെ ബാറ്റിംഗ് കണ്ടു കാണുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹം അത് കണ്ട് ചിലപ്പോൾ വെറുത്തു പോയിട്ടുണ്ടാവും. കാരണം പാകിസ്ഥാനെതിരെ എൻ്റെ ബാറ്റിംഗ് ആവറേജ് എന്ന് പറയുന്നത് 92 ആയിരുന്നു. ഞാനത് 100 ആക്കിയേനെ ടെസ്റ്റ് മാച്ചുകളിൽ. സോ അതുകൊണ്ടുകൂടി അദ്ദേഹം ഇതുപോലെ ഒരു കമന്റ് ഉപയോഗിച്ചത് ഞാനും ആഗ്രഹിച്ചിരുന്നു. കാരണം 2006 ശേഷമുള്ള ഹോം സീരീസ് പിന്നെ അവേ സീരീസ് ഇതൊക്കെ എന്തുകൊണ്ട് കളിച്ചില്ല എന്ന്. ഞാൻ പാകിസ്ഥാന്റെ കൂടെ 2 സീരീസ് കൂടി കളിച്ചിരുന്നെങ്കിൽ 10,000 റൺസ് തികച്ചേനെ. കാരണം എൻ്റെ ഇപ്പോഴത്തെ റൺസ് 8586 ആണ്. സോ അവരുടെ കൂടെ 2 സീരീസ് കൂടി കളിച്ചിരുന്നെങ്കിൽ 400, 500 ഒക്കെ അടിച്ച് ഞാൻ എന്തായാലും 10,000 തികച്ചേനെ. പക്ഷേ ഷോയിബ് അക്തർ താങ്കൾ ഒറ്റയ്ക്കല്ല അടിച്ചത്, തെണ്ടുൽക്കറിനെയും ചേർത്ത് അടുപ്പിച്ചതായി പറയുന്നു. അത് പിന്നെ അവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എറൗണ്ട് ദി വിക്കറ്റ് എനിക്കെതിരെ ബൗൺസ് ചെയ്യാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഹൂക്ക് അടിക്കി എന്നെല്ലാവരും പറയാൻ തുടങ്ങി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹൂക്ക് അല്ലെങ്കിൽ പുൾ ഷോട്ടൊന്നും അടിച്ചിട്ടേ ഇല്ല. കാരണം സ്ട്രെങ്ത് ഇല്ല. ഞാനപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ സച്ചിൻ സ്ട്രൈക്ക് വരുമ്പോഴും ഇതേപോലെ തന്നെ ബൗൺസർ എറിയണമെന്ന്. അദ്ദേഹം നിങ്ങൾക്ക് ഹൂക്ക് അടിച്ച് കാണിച്ചിരുന്നു പറഞ്ഞു. നെക്സ്റ്റ് ഓവറിൽ അദ്ദേഹത്തിന് സ്ട്രൈക്ക് കിട്ടിയപ്പോൾ അദ്ദേഹം ബൗൺസർ അടിച്ച് കാണിച്ചു തന്നു. സച്ചിൻ ഹൂക്ക് അടിച്ചു, അദ്ദേഹം 6 അടിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ഇതിനൊക്കെ സാധിക്കൂ എന്ന്. എന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല എന്ന്. പിന്നെ സൗരവ് ഗാംഗുലി പറയാണ് ഇംഗ്ലണ്ടിനെതിരായിട്ട് 325 റൺ എടുക്കണമെന്ന്. അദ്ദേഹത്തിന്റെ മനസ്സിൽ നല്ല പേടിയുണ്ട്. കാരണം ഈ ടാർഗറ്റ് എങ്ങനെ എടുക്കാൻ സാധിക്കുമെന്ന്. പിന്നെ അദ്ദേഹം പറഞ്ഞത് സേവാങ് വിസിൽ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നോക്കൂ, ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപക്ഷെ നമുക്ക് നമ്മളെ തന്നെ വിശ്വാസമില്ലെങ്കിൽ എങ്ങനെ മറ്റുള്ളവരെ വിശ്വസിക്കാൻ പറ്റും. സോ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിനെ പോലെ ഒരു ടീം 325 അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനേക്കാളും കൂടുതൽ അടിക്കാൻ പറ്റുമെന്ന്. കാരണം അന്നൊക്കെ നമ്മുടെ കളി വളരെ നല്ലതായിരുന്നു. 1 ഡേ മാച്ചുകൾ കളിക്കുമായിരുന്നു. ഇംഗ്ലണ്ട് അങ്ങനെ കളിക്കാറില്ല. സോ ഞാൻ പറഞ്ഞത് ഇംഗ്ലണ്ട് ആദ്യം ബാറ്റ് ചെയ്ത് 325 റൺ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചേസ് ചെയ്യാൻ പറ്റുമെന്ന്. അതുകൊണ്ട് ഞാൻ വിസിലടിച്ചു. പക്ഷെ താങ്കൾക്ക് പേടിയൊന്നൊന്നില്ലേ? സർ, അത് പേടി എന്തിനാ സർ? പേടി എന്താണെന്ന് വെച്ചാൽ ബോൾ നമ്മുടെ ദേഹത്ത് കൊള്ളുമെന്ന് പേടിക്കണം. കാരണം ഫ്ലിൻഡോഫിനൊക്കെ ദേഷ്യം വന്നാൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് എൻ്റെ നെഞ്ചത്ത് തന്നെ നോക്കി എറിയാൻ പറ്റും. അതുമല്ലെങ്കിൽ എൻ്റെ ഹെൽമെറ്റിൽ അദ്ദേഹത്തിന് എറിയാൻ പറ്റും. ആ ഒരു പേടിയേ ഉണ്ടായിരുന്നുള്ളൂ. തോൽക്കുമെന്ന പേടിയില്ലായിരുന്നു. കാരണം ഞങ്ങൾക്കറിയാം ഇംഗ്ലണ്ട് അത്രയും വർഷം നമ്മളെ ഭരിച്ചവരാണ്. ഇപ്പോൾ അവരെ തിരിച്ച് ഭരിക്കാൻ നമുക്ക് അവസരം കിട്ടിയിരിക്കുന്നു.
സോ ബ്രിട്ടീഷുകാർ അത്രയും വർഷം നമ്മളെ ഭരിച്ചു, നമുക്കും ഒരവസരം കിട്ടുമ്പോൾ അവരെ നമ്മളും തിരിച്ച് ഭരിക്കണം, അത്രേ ഞാൻ ചിന്തിച്ചുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവരുടെ സ്റ്റൈലാണ് ഫോളോ ചെയ്തത്. അവർ നമ്മളെ കീഴ്പ്പെടുത്തി നമ്മളെ ഭരിച്ചു, ഞാനും അവരെ കീഴ്പ്പെടുത്തി അവരെ ഭരിക്കണമെന്ന് വിചാരിച്ചു. താങ്കൾ വൺ ഡേ മാച്ചിൽ 290 എടുത്ത് നന്നായിട്ട് കളിച്ചു. അതൊരു മനോഹരമായ ഇന്നിങ്സ് ആയിരുന്നു. സുരേഷ് റൈന താങ്കളോടൊപ്പം കളിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഞാൻ പേടിച്ച് നിൽക്കുകയായിരുന്നു, പക്ഷെ സേവാങ് കിഷോർ കുമാറിന്റെ പാട്ട് പാടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. നോക്കൂ സർ, ഞാൻ പാട്ട് പാടുകയാണെങ്കിൽ പാട്ട് പാടുന്നതിലൊരു ലോജിക്കുണ്ട്. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വരാറുണ്ട്. ആ നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടേ മതിയാവും. കാരണം ആ നെഗറ്റീവ് തോട്ട്സ് നമ്മളെ ഔട്ടാക്കും. എനിക്ക് ഔട്ട് ആവാതെ ഇരിക്കണം, അതാണ് വളരെ പ്രധാനം. എനിക്ക് പാട്ട് പാടണമെങ്കിൽ ആ പാട്ടിന്റെ വരികൾ അറിഞ്ഞിരിക്കണം, അതിന്റെ ട്യൂൺ അറിഞ്ഞിരിക്കണം, അതിന്റെ താളം അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ പാട്ട് പാടിക്കൊണ്ട് പോകും. അങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ബോൾ വന്നാൽ ഞാൻ അത് അടിക്കും. ഓഡിയൻസ് ചോദിക്കുന്നു, ആ പാട്ട് പാടാൻ സാധിക്കുമെന്ന്. എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ട് കിഷോർ കുമാറിൻ്റേത്. चला जाता हूँ किसी की धुन में धड़कते दिल के तराने लिए. താങ്കൾ മറ്റൊരു പാട്ട് പാടുമെന്നാണ് കരുതിയത്. സൂക്ഷിച്ചു വേണം ബോളേഴ്സ്. സാർ, ഞാൻ ഈ പാട്ടും പാടിയിട്ടുണ്ട്. കാരണം ആ സമയത്ത് ഈ പാട്ട് വളരെ ഹിറ്റായിരുന്നു. മാത്രമല്ല, ഡ്രസ്സിംഗ് റൂമിലൊക്കെ അന്ന് ഹിറ്റായ പാട്ടുകൾ മാത്രമേ ഇടാറുള്ളൂ. സോ ഞാൻ ആ പാട്ട് കേട്ടപ്പോൾ അതിന്റെ ട്യൂണ് ഓർമ്മയിൽ വെച്ചു. അങ്ങനെ ട്യൂണും അതിന്റെ വരികളും ഒക്കെ ഓർമ്മയിൽ വെച്ചുകൊണ്ട് ഞാനത് പാടിക്കൊണ്ടേ പോയി. ബോളേഴ്സ് ഒക്കെ ഒന്ന് സൂക്ഷിച്ചിരുന്നോളാൻ താങ്കൾ പാട്ട് പാടി. വെറും പാകിസ്ഥാൻ പ്ലേയേഴ്സിന്റെ പേര് മാത്രം പറയുന്നത് തെറ്റാണ്. ഞാൻ എല്ലാ ബോളേഴ്സിന്റെ പേരും പറയണം, നിങ്ങൾ സൂക്ഷിക്കണം എന്ന്. അതെ, എല്ലാവർക്കും ഓർമ്മയുണ്ട് മെൻഡിസിന്റെ ബോൾ താങ്കൾ എങ്ങനെയാണ് അടിച്ചതെന്ന്. ശ്രീലങ്കയിലെ ആ കളിയിൽ ഇന്ത്യയിലെ ഓരോ ബാറ്റ്സ്മാനും ഔട്ട് ആയിക്കൊണ്ടേയിരുന്നു. 8 പേര് ഡബിൾ ഡിജിറ്റ് പോലും തൊട്ടില്ല. എനിക്ക് ആ മാച്ചിലെ ഒരു കാര്യം നല്ല ഓർമ്മയുണ്ട്. 175-ൽ ഒരു ബാറ്റ്സ്മാൻ ഔട്ടായി, അതായത് ഗൗതം ഗംഭീർ ഔട്ടായി. പിന്നെ 184-ൽ 4 പേര് ഔട്ടായി. പിന്നെ ലക്ഷ്മൺ ബാറ്റിങ്ങിന് വന്നു. അദ്ദേഹം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മെൻഡിസിന്റെ ബോൾ നിങ്ങൾ കളിക്കണ്ട, അത് ഞാൻ കളിച്ചോളാം എന്ന്. അദ്ദേഹം എന്തുകൊണ്ടാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഓൾറെഡി നീ 4 തവണ ഔട്ടായി, ഇനി 5ാമത് തവണ ഔട്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് കേട്ട അദ്ദേഹം ഒരുപാട് ചിരിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, മെൻഡിസിന്റെ ബോൾ എനിക്ക് നല്ലോണം നേരിട്ട് ശീലമുണ്ട്, ഞാൻ തന്നെ കളിച്ചോളാം എന്ന്. പക്ഷെ അദ്ദേഹം 5ാമത്തെ തവണ ഔട്ടായി. പിന്നെ 6ാമത്തെ തവണയും ഔട്ടായി. സോ മെൻഡിസിന്റെ ബോൾ എങ്ങനെ നേരിടണമെന്ന് ലക്ഷ്മണിന് ഇതുവരെ അറിയില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് ശ്രമിച്ചത്. ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പ് നല്ലതായിരുന്നത് കൊണ്ട് മെൻഡിസിന്റെ ബോളൊക്കെ മാക്സിമം ഞാൻ തന്നെ കളിച്ചു. ബട്ട് മെൻഡിസ്, ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ, മെൻഡിസിന്റെ ബോൾ ഞാൻ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. ഞാൻ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ഡെലിവറി വരിക എന്ന്. കാരണം ഒരു ബോളർ എങ്ങനെയാണ് ബോൾ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയാമെങ്കിൽ പിന്നെ അത് കളിക്കുക എന്നത് വളരെ എളുപ്പമാവും. പക്ഷേ ബാറ്റ്സ്മാന് ബോളർ എങ്ങനെയാണ് ബോൾ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല എങ്കിൽ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടും. അദ്ദേഹം വെയിറ്റ് ചെയ്യും, വീണ്ടും വെയിറ്റ് ചെയ്യും, ബോൾ അടിക്കാൻ പറ്റാതാവുമ്പോൾ റിയാക്ട് ചെയ്യും. അങ്ങനെ ക്ഷമ നശിച്ച് അവസാനം ഔട്ടാവും. തുടക്കകാലത്ത് ഫാസ്റ്റ് ബോളിംഗ് താങ്കൾക്ക് കുറച്ച് പ്രോബ്ലം ആയിരുന്നു. ഫസ്റ്റ് മാച്ചിലാണെങ്കിൽ താങ്കൾ ടോട്ടലായിട്ട് ഔട്ടായിപ്പോയി. ഫസ്റ്റ് മാച്ചിൽ ഷോയിബ് അക്തർ ആയിരുന്നു. മാറി. അദ്ദേഹത്തിന്റെ ബോളൊക്കെ നന്നായിട്ട് അടിക്കാൻ തുടങ്ങി. അതായത് പിന്നെ എനിക്ക് ചാൻസ് കിട്ടിയപ്പോൾ അദ്ദേഹം എന്നെ ഫസ്റ്റ് മാച്ചിൽ ഔട്ടാക്കി. അപ്പോൾ ഞാൻ അതിന് ഉറപ്പായിട്ടും പ്രതികാരം ചെയ്യണ്ടേ. സോ ഞാൻ ടീമിൽ ഫസ്റ്റ് വന്നപ്പോൾ അധികം സ്പീഡുള്ള ബോളുകൾ ഞാൻ ഒരിക്കലും നേരിട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ സ്പീഡ് ബോളേഴ്സ് വരുമായിരുന്നു, 130, 135 ഒക്കെ എറിയുന്നവർ. പക്ഷേ അവിടെ പോയപ്പോൾ ഷോയിബ് അക്തർ 140-ലും 150-ലും ഒക്കെ എറിയാൻ തുടങ്ങി. അത്രയും സ്പീഡിൽ ബോളറിഞ്ഞ് അദ്ദേഹം എന്നെ ഔട്ടാക്കി. ഞാൻ തിരിച്ചു പോയതിന് ശേഷം ഒരു ഐഡിയ ഞാൻ കണ്ടുപിടിച്ചു, അതായത് ഫാസ്റ്റ് ബോൾ എങ്ങനെ കളിക്കണമെന്ന്. ഒന്നുകിൽ ഞാനൊരു ഫാസ്റ്റ് ബോളറിൻ്റെ കീഴിൽ പരിശീലിക്കണം, അല്ലെങ്കിൽ ഞാൻ വിക്കറ്റ് ചെറുതാക്കണം. അതായത് ഒരാൾ ബോളിംഗ് ചെയ്യുമ്പോൾ ചെറിയ വിക്കറ്റിൽ ചെയ്ത് പരിശീലിക്കണം. അതുകൊണ്ട് ഞാൻ 22 അടിയുള്ളത് 16 അടിയാക്കി കുറച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ സ്പീഡ് കൂടും, 135, 140, 145 ഒക്കെ ആവും. അപ്പോൾ അവർക്ക് റിയാക്ട് ചെയ്യാനുള്ള സമയവും കുറയുന്നു. സോ അപ്പോൾ എൻ്റെ ബാറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ എനിക്ക് ഒരുപാട് സമയം കിട്ടും. പിന്നെ സ്പീഡ് ബോൾസ് കളിക്കാനും നമുക്ക് അങ്ങനെ ശീലമാവും. ആ ഒരു ഐഡിയ ആണ് ഞാൻ പ്രയോഗിച്ചത്. രണ്ടാമത് വേറൊരു ഐഡിയ ഞാൻ ചെയ്തു. സിമെന്റ് വിക്കറ്റിൽ വെള്ളം ഒഴിക്കും. അങ്ങനെ നനഞ്ഞ പിച്ചിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യും. ആ പിച്ചിൽ ബോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് വരുമായിരുന്നു. അതെനിക്ക് നല്ലോണം കളിക്കാൻ വളരെ സഹായിച്ചു. ഇതുപോലെ ഒരുപാട് ഐഡിയകൾ ഞാൻ പ്രയോഗിച്ചു. താങ്കൾ പാകിസ്ഥാനിൽ വെച്ചുള്ള കളിയിൽ 309 ആണ് എടുത്തത്, അതായത് ട്രിപ്പിൾ സെഞ്ചുറി അടിച്ചു. അപ്പോൾ എവിടുന്നാണ് ഇത്രയും ധൈര്യം താങ്കൾക്ക് കിട്ടിയത്? കാരണം എല്ലാവരെയും ഇട്ട് അടിക്കുകയായിരുന്നല്ലോ. സാർ, എനിക്ക് ആ ധൈര്യം എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ 100 റൺ അടിച്ചു. പിന്നെ
അതിനുശേഷം സച്ചിനും ബാറ്റ് ചെയ്യാൻ വന്നു. അപ്പോൾ ഞാൻ 2 ഫോറുകൾ അടിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഫോറുകൾ അടിക്കാൻ പാടില്ല, ഇനി നീ 4 അടിച്ചാൽ എൻ്റെ ബാറ്റ് കൊണ്ട് ഞാൻ നിന്നെ അടിക്കുമെന്ന്. സോ അത് കേട്ട് ഞാൻ പേടിച്ചു, കാരണം ഞാനന്ന് ടീമിൽ പുതിയ പ്ലെയർ ആയിരുന്നല്ലോ. സോ സച്ചിൻ അന്ന് എന്നെ ശരിക്കും അടിക്കുമെന്ന് പോലും ഞാൻ പേടിച്ചു. പിന്നെ അതും ഒരു വലിയ ന്യൂസായി മാറും. അങ്ങനെ ഞാൻ 100-ൽ നിന്ന് 295 വരെ ഒരു 4 പോലും അടിച്ചില്ല സർ. അങ്ങനെ ഞാൻ കളി തുടർന്നു. ഇടയ്ക്ക് 2 ക്യാച്ച് വരെ ഡ്രോപ്പായി. പിന്നെ VVS ലക്ഷ്മണിന്റെ റെക്കോർഡും ഞാൻ ബ്രേക്ക് ചെയ്തു, 281. പിന്നെ 300 അടിക്കുന്നത് ഈസി ആണെന്ന് എനിക്ക് തോന്നി. പിന്നെ 294, 295ന്റെ അടുത്തെത്തിയപ്പോൾ സച്ചിൻ സാറിൻ്റെ അടുത്ത് പോയി ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ 295 റൺ അടിച്ചു. ഇനി സക്ലൈൻ മുസ്താഖാണ് ബോൾ ചെയ്യുന്നതെങ്കിൽ ഞാൻ 6 അടിച്ചുകൊണ്ട് തന്നെ 300 തികയ്ക്കുമെന്ന്. ഇനി ഞാൻ ഔട്ടായാലും സാരമില്ല, കാരണം ഞാൻ ഓൾറെഡി ഈ സീരീസിൽ 600 റൺ അടിച്ചു. അതിനുശേഷം അതൊരു ഹിസ്റ്ററി ആയിട്ട് മാറി. ഞാൻ 6 അടിച്ചുകൊണ്ട് 300 ആണ് തികച്ചു. സച്ചിൻ തെണ്ടുൽക്കർ എപ്പോഴും താങ്കൾക്കൊരു ഗൈഡിങ് ഫോഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അതെ, കാരണം ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയത് തന്നെ സച്ചിൻ സാറിനെ കണ്ടുകൊണ്ടാണ്. 92 വേൾഡ് കപ്പ് മുതലാണ് ഞാൻ ക്രിക്കറ്റ് കാണാൻ തുടങ്ങിയത്. അന്ന് സച്ചിൻ സാർ ഒരു അപ്കമിങ് പ്ലെയർ ആയിരുന്നു. അദ്ദേഹത്തിന് അന്ന് നല്ലൊരു പേരുണ്ടായിരുന്നു. അദ്ദേഹം TV-യിൽ കളിക്കുന്നത് കണ്ട് ഞാൻ വീടിന് പുറത്ത് വന്ന് അതുപോലെ ശ്രമിക്കുമായിരുന്നു. സ്ട്രെയിറ്റ് ഡ്രൈവ് അടിക്കാനും പിന്നെ ബാക്ക് ഫുട്ട് പഞ്ച് അടിക്കാനും ഒക്കെ. അദ്ദേഹം അടിച്ച ഓരോ ഷോട്ടുകളും ഞാൻ കോപ്പി ചെയ്ത് ശ്രമിക്കുമായിരുന്നു. കാരണം എന്തെങ്കിലും ഞാൻ ഇന്ത്യക്ക് വേണ്ടി കളിച്ചാൽ മറ്റൊരു തെണ്ടുൽക്കർ വന്നു എന്ന് എല്ലാവരും പറയണമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പിന്നെ ജനങ്ങളും എന്നെ അദ്ദേഹമായിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങി. ബട്ട് ഞാനന്ന് ചെറിയ കുട്ടിയായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചത്. പിന്നെ ഞാൻ വലുതായ ശേഷം റിയലൈസ് ചെയ്തു, തെണ്ടുൽക്കറിനെ പോലെ അദ്ദേഹത്തിന് മാത്രമേ പറ്റൂ എന്ന്. വേറെ ആരെ കൊണ്ടും അദ്ദേഹത്തെ അനുകരിക്കാൻ പറ്റില്ല എന്നും, അദ്ദേഹത്തിനെ പോലെ ഗെയിം ആരെ കൊണ്ടും കളിക്കാൻ പറ്റില്ല എന്നും റിയലൈസ് ചെയ്തു. പിന്നെ എൻ്റെ ഗെയിം സ്റ്റൈൽ ഞാൻ മാറ്റി. പ്രശസ്തനാവാൻ വേണ്ടി എൻ്റെ ഗെയിം സ്റ്റൈൽ മാറ്റി. പിന്നെ എൻ്റെ ബാറ്റിംഗ് സ്റ്റൈൽ ഞാൻ ചേഞ്ച് ചെയ്തു. എൻ്റെ ഷോട്ടുകളും ഞാൻ മാറ്റി കളിക്കാൻ തുടങ്ങി. പക്ഷേ തെണ്ടുൽക്കർ അങ്ങനെ എഴുതിയപ്പോൾ താങ്കൾക്ക് എങ്ങനെയുണ്ടായിരുന്നു സേവാങ്? അതായത് പല ഷോട്ടുകളും ഞാൻ അടിക്കാൻ പഠിച്ചത് വീരേന്ദ്ര സേവാങ്ങിൻ്റെ അടുത്തു നിന്നാണെന്ന്. സർ, ഇത് ഞാൻ നിങ്ങളിൽ നിന്നാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. തെണ്ടുൽക്കറിലൂടെയോ ആർട്ടിക്കിളുകളിലൂടെയോ ഞാനിത് അറിഞ്ഞിട്ടില്ല. അഥവാ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ സന്തോഷിക്കുന്നു. ഞാൻ വളരെ ഭാഗ്യം ചെയ്തവനാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. പക്ഷേ സച്ചിൻ തെണ്ടുൽക്കറിന് കളിക്കാൻ പറ്റാത്ത ഒരു ഷോട്ട് പോലും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാൻ അപ്പർ കട്ട് കളിക്കാൻ പഠിച്ചത് അദ്ദേഹത്തിൽ നിന്നാണ്. എൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് ഇന്നിങ്സ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിരുന്നു. ഞാൻ ബാറ്റ് ചെയ്യാൻ പോയപ്പോൾ 60 റൺസിന് 4 പേർ ഔട്ടായിരുന്നു. ആ 60 റൺസിൽ 40 റൺസും തെണ്ടുൽക്കർ സാറായിരുന്നു എടുത്തത്. ഞാൻ പോയ ഉടനെ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇപ്പോൾ എങ്ങനെ തോന്നുന്നു, ഭയം തോന്നുന്നുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, എനിക്ക് ഭയം തോന്നുന്നുണ്ട് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നും സംഭവിക്കില്ല, കൂടിപ്പോയാൽ ഔട്ടാവും, അതിൽ കൂടുതലൊന്നും ആവില്ല. ഞാൻ അകത്ത് പോയപ്പോൾ സ്ട്രൈക്ക് എടുത്ത് 1 റൺസ് എടുത്തു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നെ ഔട്ടാക്കാൻ ബൗൺസേഴ്സ് ആണ് ട്രൈ ചെയ്യുകയെന്ന്. സോ പറ്റുമെങ്കിൽ സ്ലിപ്പിന്റെ മേലെ കൂടി ഷോട്ടുകൾ അടിക്കാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു. അങ്ങനെ അടിച്ചാൽ അത് 4 ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം 2-3 ഷോട്ട് അങ്ങനെ അടിച്ച് കാണിച്ചു തന്നു. എനിക്ക് ബാറ്റിംഗ് കിട്ടിയപ്പോൾ ഞാനും 2-3 ഷോട്ട് അങ്ങനെ അടിച്ചു. എനിക്ക് കോൺഫിഡൻസ് കിട്ടി. അങ്ങനെ പതുക്കെ ഞങ്ങൾ അന്ന് 300 റൺസ് പാർട്ട്ണർഷിപ്പ് ചേർത്തു. അദ്ദേഹം 150 റൺസ് അടിച്ചു, ഞാൻ 100 റൺസ് അടിച്ചു. മൈതാനത്തിൽ സച്ചിൻ തെണ്ടുൽക്കറിനേക്കാൾ വലിയ പ്ലെയേഴ്സായിട്ട് ആരുമില്ല. അദ്ദേഹം കൂടെയുള്ള പ്ലെയേഴ്സിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ, പവലിയനിലേക്ക് പോകുന്ന സമയത്ത് ഡ്രസ്സിംഗ് റൂമിൽ അദ്ദേഹത്തിനേക്കാൾ കുസൃതിക്കാരായിട്ട് വേറെ ആരുമില്ലെന്ന്. 1989 മുതൽ അദ്ദേഹം ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. കപിൽ ദേവ്, ഗവാസ്കർ, കപിൽ ദേവ്, അസറുദ്ദീൻ, അങ്ങനെയുള്ള വലിയ വലിയ കളിക്കാരുടെ കൂടെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പോയപ്പോൾ അദ്ദേഹം ഞങ്ങളെപ്പോലെ ആയിട്ട് മാറി. അവരുടെ കൂടെ കളിച്ചപ്പോൾ അദ്ദേഹം അവരെ പോലെ മാറി. സോ തെണ്ടുൽക്കർ സാറിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഏത് പ്ലെയർ ആണെങ്കിലും അവരെ പോലെ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങും. അവരെ കംഫർട്ടബിൾ ആക്കി ടീമിൽ എല്ലാവരുടെ കൂടെയും അദ്ദേഹം കളിക്കാൻ തുടങ്ങും. കാരണം അദ്ദേഹത്തിന് അറിയാം, ആരും തന്നെ തെണ്ടുൽക്കറിന്റെ അടുത്ത് പോയിട്ട് തമാശ കളിക്കാൻ ധൈര്യപ്പെടില്ല എന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ ഇങ്ങോട്ട് വന്ന് എല്ലാത്തിലും ഇൻവോൾവ് ആവും. ഡ്രസ്സിംഗ് റൂമിൽ തമാശ പറയും, ഒരുപാട് വികൃതി കാണിക്കും, ഒരുപാട് കളിയാക്കും, ഒരുപാട് ജോക്സും അദ്ദേഹം പറയും. അത് അദ്ദേഹത്തിന്റെ വലിയ മനസ്സാണ്. അത്രയും വലിയ പ്ലെയർ ആയിട്ടും പുതിയ പ്ലേയേഴ്സിന്റെ കൂടെ അദ്ദേഹം അഡ്ജസ്റ്റ് ചെയ്തു. എല്ലാവരെയും കംഫർട്ടബിൾ ആക്കി, എല്ലാവരെയും അദ്ദേഹം ഗൈഡ് ചെയ്തു. പിന്നെ ഇന്റർനാഷണൽ ലെവലിലേക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് കൊടുത്തു. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു, എങ്ങനെ റൺസ് സ്കോർ ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞു തന്നു. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഞങ്ങൾ പഠിച്ചതിൽ പ്രധാന കാര്യം, ക്രിക്കറ്റ് മൈതാനത്തിൽ നമ്മൾ എങ്ങനെയാണ് എന്നത് വേറെ കാര്യം, ക്രിക്കറ്റിന് പുറത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, എങ്ങനെ നമ്മളെ ഹാൻഡിൽ ചെയ്യുന്നു, പബ്ലിക്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, മറ്റുള്ളവരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം, അതിലൂടെ നമുക്ക് എങ്ങനെ റെസ്പെക്ട് കിട്ടും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചു. എനിക്ക് ഒരു കാര്യം നല്ല ഓർമ്മയുണ്ട്. 2003 വേൾഡ് കപ്പിൽ ഞങ്ങൾ ഡർബനിൽ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങി. അദ്ദേഹം ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഉടനെ മുന്നിൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. സെക്യൂരിറ്റിയുടെ പുറകിലായി ഒരു കൊച്ചുകുട്ടി വീൽ ചെയറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. സോ അദ്ദേഹം എല്ലാവരുടെയും മുന്നിലായിരുന്നു ഉള്ളത്. അദ്ദേഹം ആ പയ്യന്റെ അടുത്ത് പോയിട്ട് ഓട്ടോഗ്രാഫ് കൊടുത്ത് ഫോട്ടോ എടുത്തു. പക്ഷെ ഞങ്ങളെല്ലാവരും വലിയ ആൾക്കാരെ പോലെ അവരെ കാര്യമാക്കാൻ മുന്നോട്ട് പോയി. അവരെ ക്രോസ് ചെയ്ത് പോയി. അദ്ദേഹത്തിന്റെ വലിയ മനസ്സാണിത്. അദ്ദേഹം ആ പയ്യനെ പറ്റി ചിന്തിച്ചു. ആ പയ്യന്റെ അടുത്ത് പോയിട്ട് ഓട്ടോഗ്രാഫും പിന്നെ ഫോട്ടോയൊക്കെ എടുത്തു. പക്ഷെ ഞങ്ങളതൊന്നും കാര്യമാക്കാതെ പാട്ടും പാടിക്കൊണ്ട് ഞങ്ങളുടെ പാട്ടിന് പോയി. നേരെ ഞങ്ങൾ മാച്ച് കളിക്കാൻ പോയി.
സോ ഇത് കാണിക്കുന്നത് അദ്ദേഹം എത്ര വലിയ മനുഷ്യനാണ് എന്നാണ്. അദ്ദേഹം മറ്റുള്ളവരെ പറ്റി എത്രമാത്രം ചിന്തിക്കുന്നു എന്നുമാണ്. താങ്കൾ പറഞ്ഞു വരുന്നത് അദ്ദേഹം ഒരു നല്ല ക്രിക്കറ്റർ മാത്രമല്ല, നല്ലൊരു മനുഷ്യനും കൂടിയാണെന്നല്ലേ? നല്ല ക്രിക്കറ്ററും ഒരു നല്ല മനുഷ്യനും. അതിനേക്കാളൊക്കെ അധികം നമ്മൾ അദ്ദേഹത്തെ എത്ര വലിയ ക്രിക്കറ്ററാണെന്ന് പറയുന്നുവോ അദ്ദേഹം അതിനേക്കാളും വലിയൊരു നല്ല മനുഷ്യനാണ്. പിന്നെ വീരേന്ദ്ര സേവാങ് ഡ്രസ്സിംഗ് റൂമിൽ എങ്ങനെയാണ്? എന്നെപ്പറ്റി ഞാൻ എങ്ങനെയാ പുകഴ്ത്തി പറയുന്നത്? വേറൊരു ക്രിക്കറ്റർ ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അവരോട് ചോദിക്കണം വീരേന്ദ്ര സെവാഗ് ഡ്രസ്സിംഗ് റൂമിൽ എങ്ങനെയാണ്, അദ്ദേഹം എന്തൊക്കെ ചെയ്യുമെന്ന്. കാരണം ഞാൻ മാച്ച് കാണുമ്പോൾ എൻ്റെ കാഴ്ചപ്പാട് വേറെയാണ്, പിന്നെ മറ്റുള്ളവർ കാണുമ്പോൾ അവരുടെ കാഴ്ചപ്പാടും വേറെയാണ്. ഞാൻ വിചാരിക്കും ഈ ബോൾ അവർക്ക് 4 അടിക്കാമായിരുന്നു, മിസ് ചെയ്തു. ഈ ബോൾ അവർക്ക് 6 അടിക്കാമായിരുന്നു, അവരത് മിസ് ചെയ്തു എന്നൊക്കെ. എല്ലാ ഓപ്പർച്യൂണിറ്റീസും മിസ് ചെയ്തു, നമുക്ക് വേഗത്തിൽ റൺ എടുക്കാമായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിക്കും. ഞാൻ ഈ ഒരു ചിന്താഗതിയോട് കൂടിയാണ് മാച്ച് കാണാറ്. മറ്റുള്ളവർ കാണുമ്പോൾ ഈ ബോൾ നമുക്ക് ലീവ് ചെയ്യാമായിരുന്നു, ആ ബോൾ അടിക്കണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കും. അവരുടെ കാഴ്ചപ്പാടിലാണ് കാണുന്നത്. അതാണ് അതിലെ വ്യത്യാസം. പിന്നെ ഇപ്പോൾ തെണ്ടുൽക്കർ സാർ തമാശകൾ പറയും, ഞങ്ങളും അദ്ദേഹത്തോട് കുറച്ച് ഓപ്പണായി, ഞങ്ങളും അദ്ദേഹത്തെ കളിയാക്കും, തമാശകൾ പറയും, അദ്ദേഹം ഞങ്ങളെയും കളിയാക്കും. സോ നമുക്ക് എൻവയോൺമെൻറ്റ് മാറ്റണമെങ്കിൽ നമ്മൾ കുറച്ച് തമാശകൾ പറയണം. കാരണം ഞങ്ങൾക്ക് എത്രമാത്രം പ്രഷർ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഫീൽഡിലേക്ക് പോയിട്ട് നല്ലോണം പെർഫോം ചെയ്യണം, റൺസ് എടുക്കണം, വിക്കറ്റ് സംരക്ഷിക്കണം. ഒരു ഭാഗത്ത് പബ്ലിക് ബഹളം വയ്ക്കും, മറ്റൊരു ഭാഗത്ത് മീഡിയ. സോ ഡ്രസ്സിംഗ് റൂമിൽ തമാശ കളിക്കാൻ പറ്റൂ, അവിടെ നടക്കുന്നതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കും. താങ്കളെപ്പറ്റി ഡ്രസ്സിംഗ് റൂമിൽ എന്താ പറയുന്നതെന്ന് ഞാൻ പറയാം. നല്ല കാര്യങ്ങളല്ലേ സാറേ പറയാൻ പോകുന്നത്? താങ്കളോടൊപ്പം കളിക്കുന്നവർ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ താങ്കൾ എത്രത്തോളം മനോഹരമായ ബാറ്റിംഗ് ചെയ്യുന്നുവോ, മൈതാനത്തിൽ താങ്കൾ എത്രത്തോളം ആക്രമണകാരിയാണോ, അതിന്റെ ഓപ്പോസിറ്റായിട്ട് വീരേന്ദ്ര സേവാങ് ഡ്രസ്സിംഗ് റൂമിൽ വളരെ ഡീസന്റ് ആണെന്ന്. വാവ്, നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഫീഡ്ബാക്കാണ് കിട്ടിയത്. അതെ. പക്ഷേ എൻ്റെ അടുത്ത് താങ്കൾ ചെയ്ത കുസൃതികളെ പറ്റി ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ വീരേന്ദ്ര സേവാങ്ങിനോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരും. 12-13 വർഷങ്ങളായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ഒരു ഫെയർവെൽ മാച്ച് ഡിസർവ് ചെയ്യുന്നില്ലേ? ഒരുപക്ഷെ ഓക്കെ ആയിരുന്നെങ്കിൽ അദ്ദേഹമായിട്ട് സംസാരിക്കാമായിരുന്നു. ഒരുപക്ഷെ അടുത്ത മാച്ചിൽ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കാമായിരുന്നു. അദ്ദേഹം ഹാപ്പി ആയിട്ട് കളിച്ച് റിട്ടയർ ആവുമായിരുന്നു. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ബാറ്റ്മാനായ വീരേന്ദ്ര സേവാങ്ങിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ വീരേന്ദ്ര സേവാങ്ങിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം തന്റെ ഫാൻസിന്റെ മനസ്സ് തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് സേവാങ് സന്യാസം സ്വീകരിച്ചുവോ? ഇന്ത്യൻ ടീം സൗത്ത് ആഫ്രിക്കയിൽ പോയി തോറ്റത് കണ്ട് ജനങ്ങൾ പറഞ്ഞു സേവാങ് ഉണ്ടായിരുന്നെങ്കിൽ അവരെ അടിച്ച് തകർക്കുമായിരുന്നു. ജനങ്ങൾ എന്താ പറയുന്നത് വെച്ചാൽ സേവാങ് ഉണ്ടായിരുന്നെങ്കിൽ ഡി വില്ലിയർസിന് ഉത്തരം നൽകുമായിരുന്നെന്ന്. പക്ഷെ പെട്ടെന്ന് റിട്ടയർമെന്റ് പറഞ്ഞ് താങ്കൾ ജനങ്ങളെ സങ്കടപ്പെടുത്തി. അല്ല സർ, ഞാൻ എൻ്റെ ഫാൻസിനെ വളരെ സന്തോഷിപ്പിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ ഇന്നിങ്സിൽ 4ഉം 6ഉം ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. പക്ഷേ എനിക്ക് 30 വയസ്സായപ്പോഴേ തന്നെ ഞാൻ തീരുമാനിച്ചു 37ാമത്തെ വയസ്സിൽ ഞാൻ റിട്ടയർ ആവുമെന്ന്. ഒരുപക്ഷെ സെലക്ടേഴ്സ് എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നിരുന്നെങ്കിൽ, അവരെന്നെ ഡ്രോപ്പ് ചെയ്തപ്പോൾ ഞാനുമായിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ, അവരെന്നെ ഡ്രോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റിക്വസ്റ്റ് ചെയ്തേനെ. അതായത് ആ ഓസ്ട്രേലിയൻ സീരീസിലും പിന്നെ ദില്ലിയിലെ ലാസ്റ്റ് ടെസ്റ്റിലും എനിക്ക് അവസരം തന്ന ദില്ലിയിൽ വെച്ച് എനിക്ക് റിട്ടയർ ആവുമായിരുന്നു. പക്ഷേ അവരങ്ങനെ ചെയ്തില്ല, എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്നില്ല. പിന്നെ മറ്റൊരു ഭാഗത്ത് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിട്ടയർ ആയി എന്നൊരു വേദനയും ഉണ്ടാവും. ബട്ട് ഒരു സ്പോർട്സ്മാൻ്റെ ലൈഫിൽ ഇതും ഒരു വേദനാജനകമായ പാർട്ടാണ്. അവർക്ക് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോൾ നിർത്തണമെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഡ്രോപ്പ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് അവർ തിരിച്ചറിയുക. പക്ഷേ ഞാൻ ഡിസൈഡ് ചെയ്തിരുന്നു 37 വയസ്സാകുമ്പോൾ ഞാൻ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുമെന്ന്, അതുപോലെ തന്നെ IPL ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുമെന്ന്. അങ്ങനെ ഒക്ടോബർ 20-ാം തീയതി എൻ്റെ പിറന്നാൾ ദിനത്തിൽ ഞാൻ ക്രിക്കറ്റിൽ നിന്നും ഔദ്യോഗികമായി വിരമിച്ചു. പക്ഷേ താങ്കൾ ഇന്ത്യ തോറ്റുകൊണ്ടേ വരുന്നു, ഓരോ ബാറ്റ്സ്മാനും ഔട്ടായിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് താങ്കൾക്ക് സങ്കടം ഉണ്ടായില്ലേ? ഞാനുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നെന്ന്. അല്ല സർ, ഞാൻ ഒരുപാട് തവണ ഔട്ടായിട്ടുണ്ട്. ഞാനും ഒരുപാട് എൻ്റെ ഓഡിയൻസിനെ ഡിസപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അവരെൻ്റെ ബാറ്റിംഗ് കാണാൻ വന്നപ്പോൾ 0, 2, 10, 20 റണ്ണിനൊക്കെ ഞാൻ ഔട്ടായിട്ടുണ്ട്. ഇതൊക്കെ ക്രിക്കറ്റ് ലൈഫിലെ ഒരു പാർട്ട് മാത്രമാണ്. പറയുന്നത് വെച്ചാൽ ഇന്നുള്ള ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഒക്കെ ഭജന പാടുകയാണെന്ന്. പാലൻകാരെ ഗുഞ്ചൻ ഗുഞ്ചൻ ബഹാരേ, നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരാണ്? ദൈവം മാത്രമാണ് മുതലാളിയെന്ന്. സർ, അങ്ങനെയൊന്നും തന്നെ ഇല്ല, അതൊരു പാട്ട് മാത്രമാണ്. പിന്നെ ദൈവത്തിന്റെ പേര് എന്തായാലും പറഞ്ഞേ തീരൂ. ജോക്സ് അപ്പാർട്ട്, ഞങ്ങളുടെ ടീം ബെറ്റർ ആയിട്ട് തന്നെയാണ് ഉള്ളത്. അവർക്ക് കുറച്ച് ടൈം കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ വീരേന്ദ്ര സേവാങ്ങിനുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. 6 ജൂലൈ 2012 മാച്ച് ജയിച്ചതിന് ശേഷം പ്രസ് കോൺഫറൻസ് നടന്നു.
അപ്പോൾ താങ്കൾ പറഞ്ഞു ധോണി ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ ജയിച്ചത്, ഞങ്ങളുടെ ടീം സ്ട്രോങ് ആയിരുന്നു, അതുകൊണ്ടാണ് അല്ല ജയിച്ചത്. സാർ, ഞാൻ ധോണി സാറിനെ പറ്റി അല്ല പറഞ്ഞത്. ആക്ച്വലി ഒരു ടീം ജയിക്കുന്നതിൽ ക്യാപ്റ്റന് മാത്രം ക്രെഡിറ്റ് കൊടുക്കാൻ പാടില്ല. പക്ഷെ ക്യാപ്റ്റന് മറ്റുള്ള പ്ലേയേഴ്സിനേക്കാൾ കുറച്ച് ക്രെഡിറ്റ് കൂടുതൽ കിട്ടില്ല. അപ്പൊ തോറ്റാലും അതിന്റെ കുറ്റം ക്യാപ്റ്റന്റെ നേരെ തന്നെയല്ലേ പോവേണ്ടത്? വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ക്രിക്കറ്റ് ലോകത്തെ അതികായകനായ ബാറ്റ്മാനായ വീരേന്ദ്ര സേവാങ്ങാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ വീരേന്ദ്ര സേവാങ്ങിന് മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം എല്ലാവരോടും വഴക്കുണ്ടാക്കുന്നു എന്നുള്ളതാണ്. സേവാങ്, താങ്കൾ കരുതിയിരിക്കുന്നത് താങ്കളെ ഡ്രോപ്പ് ചെയ്യാൻ കാരണം താങ്കളുടെ പെർഫോമൻസ് ശരിയല്ലാത്തതുകൊണ്ടാണെന്ന്. സെലക്ടേഴ്സ് അങ്ങനെ കരുതിയെന്ന്. പക്ഷേ സൗരവ് ഗാംഗുലി അങ്ങനെയല്ല കരുതിയത്. പക്ഷേ സൗരവ് ഗാംഗുലിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ധോണിയാണ് സേവാങ്ങിനെ പുറത്താക്കിയതെന്ന്. സാർ, എനിക്ക് തോന്നുന്നില്ല ധോണി അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമെന്ന്. അതൊരിക്കലും സത്യമാവില്ല. കാരണം അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. ഞങ്ങളുടെ സീനിയർ പ്ലേയേഴ്സിനെ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യും. സീനിയർ പ്ലേയേഴ്സിന്റെ ഇമ്പോർട്ടൻസും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പുതുതായിട്ട് ക്യാപ്റ്റൻ ആയപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ സീനിയർ പ്ലേയേഴ്സ് കളിച്ചിരുന്നു. അദ്ദേഹം ഗൈഡൻസ് കൊടുത്തു. ഓരോരുത്തരും എങ്ങനെ കളിക്കണമെന്ന സജഷൻസ് അദ്ദേഹം കൊടുത്തു. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് വൺ ഡേ ടെസ്റ്റ് മാച്ചുകളൊക്കെ ജയിച്ചു. സോ ഇത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് മീഡിയയുടെ ഒരു സ്പെക്കുലേഷൻ മാത്രമാണ്. സേവാഗിനും ധോണിക്കും ഇടയിൽ ഫൈറ്റ് ഉണ്ട് എന്ന്, അവർക്കിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല എന്നതൊക്കെ. ഞങ്ങൾ പരസ്പരം മിണ്ടുന്നില്ല, കാണുന്നില്ല, ഇതൊക്കെ തെറ്റാണ്. പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ ഒരേ ഹോട്ടലിൽ നിന്നുകൊണ്ട് ഒരുമിച്ച് ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ രണ്ടുപേർക്കിടയിൽ ഫൈറ്റ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ ഡ്രോപ്പ് ആയേനെ. അതായത് എനിക്ക് ധോണിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നോട് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലൊക്കെ. അതുകൊണ്ട് ഈ സൗരവ് ഗാംഗുലി ന്യൂസ് ഏജൻസിയോട് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഇത് മീഡിയയുടെ തെറ്റൊന്നുമല്ല. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വായിക്കാം. ഒരുപക്ഷെ ക്യാപ്റ്റൻ ഒരു പ്ലെയറിനെ ടീമിൽ വെക്കാൻ ആഗ്രഹിച്ചാൽ സെലക്ടർ ക്യാപ്റ്റനെതിരായിട്ട് ആ പ്ലെയറിനെ ടീമിൽ വെക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ ആ ക്യാപ്റ്റൻ ഏതെങ്കിലും പ്ലെയറെ ഡ്രോപ്പ് ചെയ്യാൻ ആഗ്രഹിച്ച അപ്പോൾ സെലക്ടേഴ്സ് അദ്ദേഹത്തിനെ തടയില്ല. അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊന്നും പറഞ്ഞു, അതായത് ധോണിയുടെ ഫോം അത്ര ശരിയല്ല. അങ്ങനെ ഉണ്ടായിട്ടും അദ്ദേഹത്തിനൊരു ചാൻസ് കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് സേവാങ്ങിനൊരു ചാൻസ് കൊടുത്തുകൂടാന്ന് ചോദിക്കുന്നു. നോക്കൂ, ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്രൈറ്റീരിയ ഉണ്ടാവേണ്ടതുണ്ട്. ഒരു പ്ലെയർ 4 ടെസ്റ്റ് മാച്ചുകൾക്ക് ശേഷം ഡ്രോപ്പ് ആയാൽ അത് ആര് വേണമെങ്കിലും ഡ്രോപ്പ് ആവാം. ക്യാപ്റ്റൻ ആവാം, ജൂനിയർ പ്ലെയർ ആവാം, സീനിയർ പ്ലെയർ ആവാം. ഇത് സെലക്ടർമാരാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ക്യാപ്റ്റൻ പറഞ്ഞിരിക്കുകയാണ് ധോണി പറഞ്ഞതുകൊണ്ടാണ് ഡ്രോപ്പ് ചെയ്തതെന്ന്. താങ്കളെ അത് സെലക്ടറിന്റെ കോളാണ്. അതിൽ ക്യാപ്റ്റൻ ഒന്നും തന്നെ ചെയ്യാനില്ല. എനിക്കിപ്പോഴും അതിൽ എതിരഭിപ്രായം ഇല്ല. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് സൗരവ് ഗാംഗുലിയും ഒരു കാലത്ത് ക്യാപ്റ്റൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ആരെങ്കിലും ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ സെലക്ടറോട് പറയും, ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഡ്രോപ്പ് ചെയ്യും. ഇനി ആരെങ്കിലും പിക്ക് ചെയ്യണമെന്നാണെങ്കിലും അത് അവർ സെലക്ടറോട് പറയും. അങ്ങനെ അവരെ പിക്ക് ചെയ്യപ്പെടും. പക്ഷെ അതിനുശേഷം സിനാരിയോ മാറി. അതിനുശേഷം 2 ക്യാപ്റ്റന്മാർ വന്നു. ഒന്ന് രാഹുൽ ദ്രാവിഡ്, പിന്നൊന്ന് അനിൽ കുംബ്ലെ. ചിലപ്പോൾ അവർ ആ ട്രെൻഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ആരാണോ നന്നായിട്ട് കളിക്കുന്നത് അവർ മാത്രമേ സെലക്ട് ചെയ്യപ്പെടുകയുള്ളൂ. പെർഫോം ചെയ്യാത്തവരെ ഒരിക്കലും സെലക്ട് ചെയ്യില്ല. ഗ്രേറ്റ് ചാപ്പൽ അദ്ദേഹം ഒരു കോൾ എഴുതിയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ധോണിയെ ക്യാപ്റ്റൻ ആക്കിയതിന് ശേഷമാണ് ധോണിക്കും സേവാങ്ങിനും നടുക്ക് പ്രശ്നങ്ങളുണ്ടായെന്ന്. കാരണം സേവാങ് ക്യാപ്റ്റൻ ആകാൻ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തെ വിട്ടിട്ട് ധോണിയെ ക്യാപ്റ്റൻ ആക്കിയതുകൊണ്ട് പ്രശ്നങ്ങൾ തുടങ്ങി. സർ, ധോണി എനിക്ക് പകരം ഇവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയും, അതായത് ശരിക്കും അങ്ങനെ വല്ല ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നോ എന്ന്. അദ്ദേഹം ഫസ്റ്റ് ടൈം ക്യാപ്റ്റൻ ആയപ്പോൾ 2007 T20 വേൾഡ് കപ്പ് ഞങ്ങൾ ജയിച്ചു. ഞങ്ങൾ ഒന്നിച്ച് കളിച്ചു. എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ ഐഡിയാസ്, ഇതൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അത് അനുസരിക്കുന്നതും ഇല്ലാത്തതും അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. പിന്നെ എനിക്ക് ക്യാപ്റ്റൻ ആവണം എന്ന് നിങ്ങൾ പറഞ്ഞ കാര്യമൊന്നും ഒരിക്കലും സത്യമല്ല. എനിക്കങ്ങനെ ആഗ്രഹമില്ലായിരുന്നു. പിന്നെ MS ധോണി ക്യാപ്റ്റനായി. ഞാൻ അദ്ദേഹത്തിന്റെ കീഴിൽ T20 കളിച്ചു, T20 വേൾഡ് കപ്പ് ജയിച്ചു. അതിനുശേഷവും ഞങ്ങൾ വീണ്ടും വൺ ഡേ പിന്നെ ടെസ്റ്റ് മാച്ചിനൊക്കെ സെലക്റ്റായി. ഞാൻ സെലക്ടർമാരോട് പറഞ്ഞിരുന്നു, ശ്രീകാന്ത് സർ, നിങ്ങൾക്ക് വേണേൽ അദ്ദേഹത്തോട് ചോദിക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് ക്യാപ്റ്റൻ ആവാൻ യാതൊരു താല്പര്യവുമില്ല എന്ന്. എനിക്ക് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആവാൻ പോലും താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ വൈസ് ക്യാപ്റ്റൻ ആണെങ്കിലും അല്ലെങ്കിലും എൻ്റെ നല്ല സജഷൻസ് ഞാൻ ക്യാപ്റ്റൻ എപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. വൈസ് ക്യാപ്റ്റൻ ആരാണെങ്കിലും ശരി. കാരണം എൻ്റെ കടമ ടീമിന് വേണ്ടി മൈൻഡിൽ എന്തൊക്കെ സജഷൻസ് വരുന്നോ അതൊക്കെ ക്യാപ്റ്റനോട് പറയുക എന്നതാണ്. അദ്ദേഹം അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹത്തിന്റെ ഇഷ്ടം. ഇതിന് സാക്ഷിയായിട്ട് ശ്രീകാന്ത് സാറും പിന്നെ MS ധോണി സാറും ഉണ്ട്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മീറ്റിങ്ങിന് പോവുകയാണെങ്കിൽ പ്ലീസ് വേറെ ആരെങ്കിലും വൈസ് ക്യാപ്റ്റൻ ആക്കൂ. എനിക്ക് വൈസ് ക്യാപ്റ്റൻ ആവാൻ ഒരു താല്പര്യവും ഇല്ല എന്ന്. ഈ കാര്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ധോണി സാറിനോട് ചോദിക്കാവുന്നതാണ്. കാരണം എനിക്ക് അന്ന് ക്യാപ്റ്റൻ ആവാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു. ഉറപ്പായിട്ടും ചോദിക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഓപ്പണായിട്ട് പറയാം. ശരി, ഞാൻ ഓപ്പണായിട്ട് തന്നെ ചോദിക്കാം. ഓക്കെ. താങ്കൾക്കും ധോണിക്കും തമ്മിൽ ഒരു പ്രശ്നമില്ലെന്ന് പറയുന്നു. 6 ജൂലൈ 2012 വേൾഡ് കപ്പ് ജയിച്ചതിന് ശേഷം ഒരു പ്രസ് കോൺഫറൻസ് നടക്കുന്നു.
അതിൽ താങ്കൾ പറയുന്നു ധോണി ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ ജയിച്ചത്, ടീം സ്ട്രോങ് അതുകൊണ്ട് ജയിച്ചതാണെന്ന്. ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത്? നിങ്ങൾ ഇവിടെ എത്ര ഓഡിയൻസ് ഉണ്ടോ അവരോടൊക്കെ ചോദിച്ചു നോക്കൂ. അതായത് 2011 വേൾഡ് കപ്പ് ഞങ്ങളുടെ ക്യാപ്റ്റൻ കാരണം മാത്രമാണോ ജയിച്ചത്, അതല്ല ഞങ്ങളുടെ അന്നത്തെ ആ നല്ല ടീം കാരണമാണോ ജയിച്ചത് എന്ന്. സാർ, എൻ്റെ സ്റ്റേറ്റ്മെന്റ് തെറ്റൊന്നുമില്ല, പക്ഷേ അത് തെറ്റായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഇതിന്റെ കാരണം അർത്ഥം താങ്കൾ confusion ധോണിയോട് ഉണ്ടാവുന്നത്. കരുണ കാണിക്കുകയാണെന്നല്ലേ? അല്ല സാർ, ഞാൻ കരുണ കാണിക്കുകയല്ല. ഞാൻ പറഞ്ഞത് ക്രെഡിറ്റ് മുഴുവൻ ക്യാപ്റ്റന് കൊടുക്കാൻ പാടില്ല, ടീമിന് കൊടുക്കണം എന്നാണ്. നോ ഡൗട്ട്, റെക്കോർഡ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ധോണി ബെസ്റ്റ് ക്യാപ്റ്റനാണ്. അദ്ദേഹം എല്ലാ കാര്യത്തിലും സൗരവ് ഗാംഗുലിയെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് വിന്നായാലും, വൺ ഡേ വിന്നായാലും, T20 വിന്നായാലും, വേൾഡ് കപ്പ് വിന്നായാലും 2 വേൾഡ് കപ്പുകൾ ജയിച്ചിട്ടുണ്ട്. ഒരു T20യും പിന്നെ ഒരു 50 ഓവറും. അത് ആർക്കും തന്നെ ഇവിടെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഒരാൾക്ക് മാത്രം അതിന്റെ ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റില്ല. അതൊരു നല്ല കാര്യമല്ല. ബാക്കിയുള്ള 10 പേരും ആ ടീമിൽ കളിച്ചവരാണ്, അവർക്ക് കൂടി അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടതാണ്. പിന്നെ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്. നോക്കൂ, ഞാൻ ആദ്യത്തെ മാച്ചിൽ 175 റൺസ് എടുത്തു. MS ധോണി ലാസ്റ്റ് മാച്ചിൽ 95 റൺസ് എടുത്തു. അതിൻ്റെ ഇടയ്ക്കുള്ള ചില മാച്ചുകളിൽ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. അതുപോലെ തന്നെ ചില മാച്ചുകളിൽ അദ്ദേഹവും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പ്ലെയറിന് മാത്രം ക്രെഡിറ്റ് കൊടുക്കാൻ പാടില്ല എന്ന്. ഗൗതം ഗംഭീർ റൺസ് എടുത്തിരുന്നു, യുവരാജ് സിംഗ് റൺസ് എടുത്തിരുന്നു. നാളെ ആരെങ്കിലും യുവരാജ് സിംഗ് കാരണമാണ് വേൾഡ് കപ്പ് ജയിച്ചതെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? ആ ടീമിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസും ഉണ്ടായിരുന്നു. അദ്ദേഹം മാൻ ഓഫ് ദി ടൂർണമെന്റ് കൂടിയായിരുന്നു. പ്ലേയേഴ്സിനേക്കാൾ കുറച്ചുകൂടി ക്രെഡിറ്റ് കിട്ടേണ്ടത്. അപ്പൊ തോറ്റാലും അതിന്റെ കുറ്റം അദ്ദേഹത്തിൽ തന്നെയല്ലേ പോയി ചേരേണ്ടത്? സാർ, ഇന്നൊരു പക്ഷേ ഇന്ത്യൻ ടീം ഏതെങ്കിലും മാച്ച് തോൽക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലിയാണോ ക്വസ്റ്റ്യൻ ചെയ്യുക, അതല്ല പ്ലേയേഴ്സിനാണോ ക്വസ്റ്റ്യൻ ചെയ്യുക? ആ ബ്ലെയിമും അദ്ദേഹത്തിന് തന്നെ കൊടുക്കണമല്ലോ. ക്യാപ്റ്റനാണ് തോൽവിക്കും കാരണം, ക്യാപ്റ്റനാണ് ജയത്തിൻ്റെയും കാരണം. അത് തെറ്റാണ്. ക്യാപ്റ്റൻ മാത്രമല്ല അതിൻ്റെ ക്രെഡിറ്റിന് അവകാശി. പാവം, അദ്ദേഹം എപ്പോഴും ശ്രമിക്കാറുണ്ട് എങ്ങനെയെങ്കിലും എല്ലാവരെയും ഒന്നിപ്പിച്ച് നല്ലോണം കളിക്കണമെന്ന്, പോസിറ്റീവ് ക്രിക്കറ്റ് കളിക്കണമെന്ന്, അതുപോലെ നമ്മളെ ജയിപ്പിക്കണമെന്നും ചിന്തിക്കും. അദ്ദേഹത്തിനെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ഓസ്ട്രേലിയൻ ന്യൂസ് പേപ്പറിൽ പോലും ഈ കാര്യമാണ്. താങ്കൾ അദ്ദേഹത്തോടൊപ്പം കളിക്കുന്ന സമയത്ത് ഓസ്ട്രേലിയൻ ന്യൂസ് പേപ്പർ എന്തെഴുതിയെന്ന് വെച്ചാൽ, സേവാങ് ഒരു സെപ്പറേറ്റ് ക്യാമ്പ് തയ്യാറാക്കി, ഗൗതം ഗംഭീർ, സഹീർ ഖാൻ, യുവരാജ് സിംഗ് എല്ലാവരും ധോണിക്കെതിരായിട്ട് ഒന്നിച്ചു ചേർന്നു എന്ന്. സാർ, ഓസ്ട്രേലിയൻ ടൂറിന് എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളും കൂടെ വന്നിരുന്നു. പിന്നെ നിങ്ങൾ സഹീർ ഖാനെ പറ്റിയും യുവരാജ് സിംഗിനെ പറ്റിയും പറഞ്ഞു. അവർ രണ്ടുപേരും MS ധോണിയുടെ കൂടെയാണ് ഗോ കാർട്ടിങ്ങിന് ഒന്നിച്ച് പോയത്, വണ്ടി ഓടിച്ചുകൊണ്ട്. പിന്നെ അവരെങ്ങനെയാണ് എൻ്റെ കൂടെ ഉണ്ടാവുക? സോ ഈ ഗ്രൂപ്പിസത്തെ പറ്റിയൊക്കെ ന്യൂസ് പേപ്പറുകാർ വെറുതെ എഴുതി വിടുന്നതാണെന്നേ. ഇതൊക്കെ ചാനലുകാരുടെ TRP കൂട്ടാൻ വേണ്ടി മാത്രം എഴുതുന്നതാണെന്നേ. പിന്നെ ഒരുപക്ഷേ ടീം ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഏതെങ്കിലും പ്ലെയർ വന്നില്ലെങ്കിൽ അപ്പോൾ പറയാം ഈ പ്ലെയർ ക്യാപ്റ്റൻ അഗെയിൻസ്റ്റ് ആണെന്ന്, അല്ലെങ്കിൽ ടീം മാനേജ്മെൻറ്റിന് അഗെയിൻസ്റ്റ് ആണെന്ന്, അതുകൊണ്ടാണ് വരാത്തത് എന്ന്. പക്ഷേ അവരൊന്നും നമ്മുടെ ഫാമിലിയെ പറ്റിയോ കുട്ടികളെ പറ്റിയോ അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെ പറ്റിയോ ഒന്നും ചിന്തിക്കാറില്ല. പിന്നെ ആ ഗോ കാർട്ടിങ്ങിന് പോയാൽ എനിക്ക് എന്താണ് കിട്ടുക? അഥവാ ഞാൻ അവിടെ പോയി വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്താണ് കിട്ടുക? പിന്നെ അതിന് പോകാത്തത് ഞാൻ മാത്രമൊന്നുമല്ല, വേറെ ചില പ്ലേയേഴ്സും പോയില്ല. കാരണം അതൊരു ഓപ്ഷണൽ ആക്ടിവിറ്റി ആയിരുന്നു. പിന്നെ ആ ന്യൂസ് ഏതോ ഒരു ഇന്ത്യൻ റിപ്പോർട്ടറാണ് പറഞ്ഞിരിക്കുന്നത് ഓസ്ട്രേലിയൻ റിപ്പോർട്ടറോട്, അതായത് ഇന്ത്യൻ ടീമിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന്. സോ ഈ ന്യൂസ് അവർ ഓസ്ട്രേലിയക്കാർ അവരുടെ ന്യൂസ് പേപ്പറിൽ പ്രിന്റ് ചെയ്തു. ബട്ട് ആക്ച്വലി അന്ന് നടന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇന്ത്യൻ റിപ്പോർട്ടറാണ് ഓസ്ട്രേലിയൻ റിപ്പോർട്ടറോട് ഈ ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞതും അവരെ കൊണ്ട് പ്രിന്റ് ചെയ്യിപ്പിച്ചതും. അപ്പോൾ റിപ്പോർട്ടറിന്റെ ചെവിക്ക് പിടിച്ച് തിരിച്ചോ? ഇല്ല, അങ്ങനെ ചെയ്തില്ല. പക്ഷെ അതിനുശേഷം ഇന്റർവ്യൂ കൊടുക്കുന്നത് നിർത്തി. ഇതിന്റെ കാരണം എന്താണ്? T20 വേൾഡ് കപ്പിൽ ധോണി ഓസ്ട്രേലിയക്കെതിരായിട്ട് നടന്ന മാച്ചിൽ ധോണി വീരേന്ദ്ര സെവാങ്ങിന് പകരം ഓപ്പണറായിട്ട് യൂസഫ് പത്താനെയാണ് ഇറക്കിയത്. സർ, വീരേന്ദ്ര സെവാഗ് ഇഞ്ചേർഡ് ആയിരുന്നു, അതുകൊണ്ടാണെന്ന് മാറ്റിയത്. ജനങ്ങൾ പറയുന്നത് ധോണി ഇഞ്ചേർഡ് എന്ന് പറഞ്ഞു, സേവാങ് അല്ലെന്ന് പറയുന്നതാണ്. അല്ല സർ, സെവാഗ് ഇഞ്ചേർഡ് ആയതുകൊണ്ടാണെന്ന് കളിക്കാൻ പറ്റാഞ്ഞത്. ഒരുപക്ഷെ എൻ്റെ പെർഫോമൻസ് ഇല്ലായിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ ഞാൻ പെർഫോം ചെയ്തില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ഒരുപാട് തവണ നടന്നിട്ടുണ്ട്. 2007 വൺ ഡേ സീരീസിൽ ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ അനിൽ കുംബ്ലെ എന്നെ ടെസ്റ്റ് ടീമിലേക്ക് തിരികെ എടുത്തു വിത്തൗട്ട് എനി പെർഫോമൻസ്. പിന്നെ ഞാൻ അവിടെ 150 റൺസ് അടിച്ചു. പിന്നെ നെക്സ്റ്റ് വൺ ഡേ സീരീസ് സ്റ്റാർട്ടായപ്പോൾ ഫസ്റ്റ് 4 മാച്ചുകളിൽ എനിക്ക് തീരെ റൺസ് എടുക്കാൻ കഴിഞ്ഞില്ല. 15-20 റൺസൊക്കെ ഞാൻ എടുത്തുള്ളൂ. MS ധോണി എന്നെ പ്ലേയിങ് 11-ൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് പകരം റോബിൻ ഉത്തപ്പയെ കൊണ്ട് ഓപ്പൺ ചെയ്യിപ്പിച്ചു. പിന്നെ ആ സീരീസ് ഞങ്ങൾ ജയിച്ചു. പക്ഷേ വീരേന്ദ്ര സെവാഗ് പ്ലേയിങ് 11-ൽ നിന്ന് ഡ്രോപ്പ് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് തവണ ചെയ്തതുപോലെ ധോണി എപ്പോഴെങ്കിലും താങ്കളോട് ചെയ്തിട്ടുണ്ടോ? അതായത് താങ്കൾ ആ 25 ടീമിൽ പോലും ഇല്ലായിരുന്നു. അതെ, 25 പ്രോബബ്ലി അതിലും ഇല്ലായിരുന്നു. അതുകൊണ്ട് അതെ, ഓസ്ട്രേലിയയിൽ താങ്കൾ കട്ട് ഷോട്ട് കളിക്കുന്നത് കൊണ്ട് സെലക്ട് ചെയ്തെന്നും. അതെ സർ, തീർച്ചയായും. എന്നെ 4 മാച്ചുകളിൽ നിന്ന് പ്ലേയിങ് 11-ൽ നിന്ന് അദ്ദേഹം ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഏഷ്യ കപ്പിന് എന്നെ സെലക്ടേഴ്സ് വിളിച്ചു. പിന്നെ MS ധോണിയും എന്നെ വിളിച്ചു, എന്നെ ഒന്ന് പിക്ക് ചെയ്തു.
2008 ഏഷ്യ കപ്പിലേക്ക്. പിന്നെ ഞാനന്ന് ഒരുപാട് റൺസ് സ്കോർ ചെയ്തു. സോ ഇങ്ങനെയൊന്നുമില്ല, അത് അവർക്കും അറിയാവുന്നതാണ് ഒരു പ്ലെയറുടെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന്. അവർ വിചാരിച്ചത് ഒരു മാച്ചിൽ സ്കോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കോൺഫിഡൻസ് കുറയുമെന്നൊക്കെയാണ്. ഒരുപക്ഷെ അവർ ഇങ്ങനെയും ചിന്തിച്ചിരിക്കാം, ഇതുകൊണ്ടാണ് റൺസ് സ്കോർ ചെയ്യാൻ പറ്റാത്തതെന്നും അതുകൊണ്ട് എനിക്ക് ബ്രേക്ക് തന്ന് പകരം റോബിൻ ഉത്തപ്പയെ ഓപ്പണിംഗ് ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ ടീം അന്നത്തെ ചാമ്പ്യൻഷിപ്പ് ജയിച്ചു. ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അതായത് ഇന്ത്യൻ ടീം ഓസ്ട്രേലിയയിലേക്ക് പോയി ട്രയാങ്കുലർ ടൂർണമെന്റ് ജയിച്ചത്. അതിനു മുന്നേ ഹിസ്റ്ററിയിൽ ഞാൻ കളിച്ചിടത്തോളം കാലം അങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ല. ഞങ്ങൾ ഓസ്ട്രേലിയയുടെ കൂടെ വൺ ഡേ സീരീസിൽ പോലും ജയിച്ചിട്ടില്ല. 1983-84 ജയിച്ചിട്ടുണ്ടാവാം, രവിശാസ്ത്രി വേൾഡ് കപ്പ് ജയിച്ച് ഓടിക്കാർ ഓടിച്ച സമയത്ത്. സൗരവ് ഗാംഗുലി താങ്കളെ ഓപ്പണിംഗ് സ്പോട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തു, തന്റെ സ്ഥാനം നൽകിക്കൊണ്ട്. സർ, ഞാൻ ഫസ്റ്റ് ടൈം ഓപ്പണിംഗ് ചെയ്തപ്പോൾ അത് സൗരവ് ഗാംഗുലിയുടെ കൂടെയാണ് സർ ചെയ്തത്. അദ്ദേഹം എനിക്ക് സ്ഥാനം ഒഴിഞ്ഞു തന്നതല്ല. പക്ഷേ പിന്നെ തീർച്ചയായിട്ടും സച്ചിൻ തെണ്ടുൽക്കർ സാർ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനം എനിക്ക് നൽകി. അദ്ദേഹം മൂന്നാമത് ബാറ്റ് ചെയ്യാൻ തുടങ്ങി, ഞാൻ സച്ചിന്റെ കൂടെ ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. സോ അദ്ദേഹം ഒരു ക്യാപ്റ്റൻ കൂടിയായിരുന്നു. അദ്ദേഹം ഇങ്ങനെയും ചിന്തിച്ചിരിക്കാം, ടീമിന്റേതായ ഒരു സ്ട്രാറ്റജി ഉണ്ടാവും, അവിടെ സീനിയേഴ്സ് പ്ലേയേഴ്സ് ഉണ്ടാവും, ആരെ ഓപ്പണിങ്ങിന് അയക്കണമെന്ന് അവർ ചിന്തിക്കും, ആർക്കത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കും. ഒരുപക്ഷെ അപ്പോഴായിരിക്കും അവർ തീരുമാനിച്ചിട്ടുണ്ടാവുക സേവാഗിനെയും സച്ചിനെയും അയക്കാമെന്ന്. സൗരവ് ഗാംഗുലി അന്ന് മൂന്നാമതാണ് കളിച്ചത്. ഇത് ക്യാപ്റ്റന്റെ ഒരു നല്ല സ്വഭാവമാണ്. അദ്ദേഹം ടീമിനെ പറ്റിയാണ് ആദ്യം ചിന്തിക്കുന്നത്, അദ്ദേഹത്തെ പറ്റി പിന്നെയാണ് ചിന്തിക്കുക. ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം സൗരവ് ഗാംഗുലി താങ്കൾക്ക് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. രാഹുൽ ദ്രാവിഡ് താങ്കൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ കുംബ്ലെ താങ്കൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുപോലെ ധോണി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട് സർ. ഒരു തവണയല്ല, ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു തവണ ന്യൂസിലാൻഡ് ടൂർ പോയ സമയത്ത് ഞാൻ ഏത് പാട്ടാണോ പാടുന്നത് ആ പാട്ട് തന്നെ ഡ്രസ്സിംഗ് റൂമിലും പ്ലേ ചെയ്യണം എന്ന് MS ധോണി എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ ആ പാട്ട് അവർ പ്ലേ ചെയ്തു. അദ്ദേഹം ഓഫ് ദ ഫീൽഡ് ആയാലും ഓൺ ദ ഫീൽഡ് ആയാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹം എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്നു, സീനിയേഴ്സ് പ്ലേയേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്നു. ഇത് ഒരു ബില്യണിലും അധികം ജനങ്ങളുള്ള ഒരു രാജ്യത്തിന്റെ ടീമാണ്. നിങ്ങൾ ആ ടീമിന്റെ ക്യാപ്റ്റൻ ആവുക എന്നാൽ ജനങ്ങൾ തീർച്ചയായിട്ടും അതിനെ വിമർശിക്കാനും സാധ്യതയുണ്ട്. കാരണം അവരുടെ സ്നേഹം ഏറ്റുവാങ്ങുമ്പോൾ വിമർശനങ്ങളും ഏറ്റുവാങ്ങണം. നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവർ തന്നെ നമ്മളെ ഇകഴ്ത്തി കാണിക്കും. ചില സമയത്ത് വളരെ അടുപ്പം കാണിക്കും, ചില സമയത്ത് അങ്ങനെ കാണിക്കില്ല. ഇതൊക്കെ പാർട്ട് ഓഫ് ലൈഫാണ്. ഇനിയും പല കുറ്റാരോപണങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ സേവാങ്ങിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. ലാഹോറിൽ ഷോയബ് അക്തറിനെ എടുത്തിട്ട് അടിച്ചെന്ന് കേട്ടു. എല്ലാ ബോളും 4ഉം 6ഉം ആണ് അടിച്ചത്. അപ്പോൾ താങ്കൾ അദ്ദേഹത്തോട് ചോദിച്ചെന്ന് കേട്ടു, നീ ബോളിംഗ് ആണോ ചെയ്തത് അതോ എൻ്റെ അടുത്ത് പിച്ച് ചെയ്യിക്കുകയാണോ? അദ്ദേഹം എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, സ്ട്രേറ്റ് ആയിട്ട് 4 അടിക്കുക, സ്ട്രേറ്റ് ആയിട്ട് 4 അടിക്കുക, സ്ട്രേറ്റ് ആയിട്ട് 4 അടിക്കുക എന്ന്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ ബോളിയാണോ പിച്ച് എടുക്കുകയാണോ എന്ന്. താങ്കളെയും കുറ്റം പറയുന്നവരാരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ളവരാരെങ്കിലും? അതെ, എൻ്റെ കുട്ടികൾ. IPL ടൈമിൽ മാച്ച് കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ TV-യിൽ മാച്ച് കാണുമ്പോൾ ഞാൻ ഔട്ടാകുമ്പോൾ ഇങ്ങനെയാണ് അവർ പറയാറ്, പപ്പ നിങ്ങൾ റൺ എടുക്കുന്നില്ലല്ലോ, പക്ഷേ ജനങ്ങൾ നിങ്ങൾ വലിയ പ്ലെയർ ആയിട്ടാണല്ലോ പറയുന്നത് എന്ന്. എന്നിട്ട് എന്താ റൺ എടുക്കാത്തതെന്ന് ചോദിക്കും. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് വീരേന്ദ്ര സെവാങ്ങിനോടാണ്. അടുത്ത കുറ്റാരോപണം നോക്കാം. ആപ്കി അദാലത്തിൽ വീരേന്ദ്ര സേവാങ്ങിന്റെ മേലുള്ള കുറ്റാരോപണം എല്ലാവരോടും ഇദ്ദേഹം ഏടാകൂടമായി സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ബോളർ എങ്ങനെയാണ് ബോളിംഗ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ താങ്കൾ ചോദിച്ചു, നീയാണോ ബോളർ ഞാനാണോ? സാർ നോക്കൂ, ഒരു ബോളറോട് ക്യാപ്റ്റൻ ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അങ്ങനെ ബോൾ ചെയ്യ്, ഇങ്ങനെ ബോൾ ചെയ്യ് എന്നൊക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുക? എന്റെ അഭിപ്രായത്തിൽ ക്യാപ്റ്റൻ അദ്ദേഹത്തിന് ഫ്രീഡം കൊടുക്കണം. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യ്, എങ്ങനെ വേണമെങ്കിലും ചെയ്യുമെന്ന് പറയണം. ക്യാപ്റ്റന്റെ ജോലി ഫീൽഡിംഗ് നിർത്തുക എന്നാണ്, ബോളറുടെ ജോലി ബോൾ ചെയ്യുക. എന്നോട് എങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കാൻ പാടില്ല എന്ന് പറയും, എന്നിട്ട് ബോൾ ചെയ്യാൻ പറയും. നന്നായിട്ട് ചെയ്താൽ ഓക്കെ, ഇല്ലെങ്കിൽ അടുത്ത തവണ നന്നാക്കാൻ പറയും. ഒരു ക്യാപ്റ്റൻ ഇതിനേക്കാൾ നന്നായിട്ട് എങ്ങനെയാണ് ഒരു ബോളറിന്? പക്ഷേ മറ്റു ക്യാപ്റ്റന്മാർ വിക്കറ്റ് മൈക്ക് മുഖേന സംസാരിക്കുന്നത് കേൾക്കാൻ സാധിക്കും. മുമ്പോട്ടേറി, കുറച്ച് തള്ളിയേറി, ഷോർട്ട് ബോൾ ഏറി, അങ്ങനെ പല. കാരണം അത് ആ ക്യാപ്റ്റൻ പറഞ്ഞത് കേൾക്കുന്നത് കൊണ്ടല്ലേ സാർ. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ക്യാപ്റ്റൻ ബോളറിന് തീർച്ചയായിട്ടും ഫ്രീഡം കൊടുക്കണം. ബോളർ ആഗ്രഹിക്കുന്ന രീതിയിൽ ബോൾ ചെയ്യാൻ പറ്റണം, അതിനനുസരിച്ചുള്ള ഫീൽഡിംഗ് സെറ്റ് ചെയ്യാൻ പറ്റണം. ആ ഒരു ഫ്രീഡമാണ് വേണ്ടത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ബോളർ ഒരു പർട്ടിക്കുലർ ബോൾ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ആ ബോളർ അയാളുടെ 100% എഫേർട്ടും അതിൽ ഇടേണ്ടതുണ്ട്. പിന്നെ എന്തായാലും ആ ബോളിന് അദ്ദേഹം പ്രൊട്ടക്ഷനും എടുക്കേണ്ടതുണ്ട്. ഓഫ് സൈഡിലാണ് ചെയ്യുന്നതെങ്കിൽ ഫീൽഡർ ഓഫ് സൈഡിൽ വേണം, ലെഗ് സൈഡിലാണ് ചെയ്യുന്നതെങ്കിൽ ഫീൽഡർ ലെഗ് സൈഡിൽ വേണം. അങ്ങനെ ചെയ്യുന്നതിലൂടെ ബൗണ്ടറി പോകാനുള്ള ചാൻസുകൾ കുറയും. പക്ഷേ AB de Villiers പോലെയുള്ള ബാറ്റ്സ്മാൻമാർ വന്നാൽ നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്താലും എങ്ങനെയൊക്കെ ബോൾ ചെയ്താലും അദ്ദേഹം എല്ലാ ഭാഗത്തേക്കും 4ഉം 6ഉം അടിക്കും. താങ്കൾ റിവേഴ്സ് ആയിട്ടാണല്ലോ പറയുന്നത്. ലാഹോറിൽ വെച്ച് അക്തറിന്റെ ബോൾ അടിക്കുന്ന സമയത്ത് ഓരോ ബോളും 4ഉം 6ഉം അടിച്ചോണ്ടിരിക്കുമ്പോൾ താങ്കൾ അദ്ദേഹത്തോട് ചോദിച്ചെന്ന് പറഞ്ഞു, നീ എന്താ ബോൾ ചെയ്യാണോ അതോ പിച്ച് എടുക്കുകയാണോ?
അദ്ദേഹം എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ ഷോട്ടൊക്കെ പോയിന്റിലും തേർഡ് മാനിലും ഒക്കെയാണ് അടിക്കുന്നത്, പകരം സ്ട്രേറ്റ് ആയിട്ട് ഫോർ അടിക്കുക എന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്, നിങ്ങൾ ബോളിംഗ് ചെയ്യണോ അതോ പിച്ച് എടുക്കണോ? പിന്നെ ഞാൻ സ്ട്രേറ്റ് ആയിട്ട് തന്നെ 6 അടിച്ചു അദ്ദേഹം പറഞ്ഞ പോലെ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് സന്തോഷമായോ ഇനി ബോൾ ചെയ്യുന്നു? സോ സാർ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള തമാശകളൊക്കെ ഗ്രൗണ്ടിൽ നടക്കണം, ഇല്ലാതെ നമുക്ക് എത്ര നേരം സീരിയസ് ആയിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റും? പിന്നെ ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യുമ്പോൾ ബോളർ ചിന്തിക്കും നമ്മൾ എന്ത് പറഞ്ഞാലും അയാൾ തിരിച്ചൊന്നും പറയില്ല, നമ്മളാണ് ഇവിടുത്തെ കിങ് എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. ആരും ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്ത് വേണേലും സംസാരിക്കാൻ, ബാക്കിയുള്ളവരൊന്നും പറയാൻ പാടില്ല. സോ അങ്ങനെയുള്ളവർ ഓഫ് ചെയ്യാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രതികരിക്കേണ്ടി വരും. പാകിസ്ഥാൻ പ്ലേയേഴ്സിനോട് മാത്രമേ ഉള്ളൂ അതോ മറ്റുള്ള രാജ്യക്കാരോട് ഇങ്ങനെ? അതെ സാർ, എല്ലാ രാജ്യക്കാരോടും സംസാരിക്കും. ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾ ഒരു തവണ ഓസ്ട്രേലിയയിൽ സച്ചിനും ഞാനും കൂടി ബാറ്റ് ചെയ്യായിരുന്നു. അന്ന് മൈക്കിൾ ക്ലാർക്ക് ഒരു പുതിയ പ്ലെയർ ആയിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സച്ചിന്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നു. യു ആർ ടു ഓൾഡ്, യു കാണ്ട് ഫീൽഡ്, യു കാണ്ട് ഡു ദിസ്, യു കാണ്ട് ഡു ദാറ്റ് എന്നൊക്കെ. അദ്ദേഹം ഒരുപാട് നേരം അങ്ങനെ സംസാരിച്ചു. പിന്നെ ഞാൻ അദ്ദേഹത്തോട് പോയി ചോദിച്ചു, നിങ്ങളുടെ വയസ്സ് എത്രയാണ് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 23 എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അതിനേക്കാളും സെഞ്ചുറികൾ അദ്ദേഹം അടിച്ചിട്ടുണ്ട് എന്ന്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര മാച്ചുകൾ ഇതുവരെ കളിച്ചിട്ടുണ്ട് എന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാൻ 10-12 മാച്ചുകളെ കളിച്ചിട്ടുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് അതിനേക്കാളും വിക്കറ്റുകളും ഉണ്ട് എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, യു ഗോ ആൻഡ് ഡു യുവർ വർക്ക് എന്ന്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നിങ്ങളെ എന്ത് പേരിലാണ് വിളിക്കുക എന്ന്. പഗ് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് ബ്രീഡാണ്? ഞാൻ ആ ബ്രീഡിലുള്ളൊരു നായയെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് പോവാന്ന്. സോ അന്ന് അയാൾ വായടച്ച് പിന്നെ സംസാരിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ളവരുടെ വായടയ്ക്കാൻ നമ്മളും പ്രതികരിച്ചേ മതിയാവും. അതുകൊണ്ടാണ് സാർ ഞങ്ങളും ഇങ്ങനെ ഇടയ്ക്കിടെ തമാശകളൊക്കെ പറയുന്നത്. പക്ഷേ താങ്കളെയും ക്രിട്ടിസൈസ് ചെയ്യുന്ന പോലെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും? അതെ, എൻ്റെ കുട്ടികൾ. IPL ടൈമിൽ മാച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ ടി വിയിൽ മാച്ച് കാണുമ്പോഴൊക്കെ ഞാൻ ഔട്ടാവുമ്പോൾ അവർ ചോദിക്കും, പപ്പ നിങ്ങൾ റൺ എടുക്കുന്നില്ലല്ലോ, പക്ഷേ എല്ലാവരും നിങ്ങൾ വലിയ പ്ലെയർ ആയിട്ടാണല്ലോ പറയുന്നത് എന്ന്. എന്നിട്ടെന്താ റൺ എടുക്കാത്തതെന്ന് ചോദിക്കും. പിന്നെ അവരുടെ ഫ്രണ്ട്സൊക്കെ അവരെ കളിയാക്കാറുണ്ടത്രേ. അവർ സ്കൂളിലേക്ക് പോയാൽ നിന്റെ അച്ഛനൊന്നും ഒരു കളിക്കാരനെ അല്ലാന്ന് പറയത്രേ. പിന്നെ ഞാൻ പറഞ്ഞു, ഇനിയും ഒരു 3-4 മാച്ചുകൾ ബാക്കിയുണ്ട്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്, ആ മാച്ചുകൾ ഞാൻ റൺസ് അടിച്ച് കാണിച്ചു തരാമെന്ന്. പിന്നെ ഞാൻ ചെന്നൈക്കെതിരെ 58 ബോൾസിൽ 120 റൺസ് അടിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞു, നിങ്ങളുടെ അച്ഛനെ കൊണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. സർ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, താങ്കളുടെ ഫാമിലിയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഇനിയൊരു വീരേന്ദ്ര സേവാങ് എത്തുമോ? നോക്കൂ, ഇത് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ 2 മക്കളും സ്പോർട്സിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണ്. അവർ ക്രിക്കറ്റ് കളിക്കും, ഫുട്ബോൾ കളിക്കും, സ്വിമ്മിങ്ങിലും ഇൻട്രസ്റ്റഡ് ആണ്. നാളെ അവർക്ക് ഏത് കരിയറാണ് സ്വീകരിക്കേണ്ടത് എന്നത് അവരുടെ താല്പര്യമാണ്. എൻ്റെ കടമ എന്നത് ആസ് എ പാരന്റ് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നത് മാത്രമാണ്. അവർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങളിൽ അവരെ സഹായിക്കണം. ഞാൻ ഒരിക്കലും അവരെ ഫോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ സ്പോർട്സ് കളിക്കണം, നിങ്ങൾ ക്രിക്കറ്റ് കളിക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യണോ എന്നൊന്നും. സോ അവർക്ക് താല്പര്യമുള്ള പോലെ അവർ ചെയ്യട്ടെ. സോ അവർ ക്രിക്കറ്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ ക്രിക്കറ്ററായിട്ട് കാണാൻ പറ്റും. താങ്ക് യു സർ. വീരേന്ദ്ര സേവാങ് സർ, ഞങ്ങൾ താങ്കളോട് പല ചോദ്യങ്ങളും ചോദിച്ചു. താങ്കളുടെ കരിയറിനെ കുറിച്ച്, താങ്കളുടെ വാശിയെക്കുറിച്ച് എല്ലാത്തിനും താങ്കൾ കൃത്യമായ ഉത്തരം നൽകി. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരുന്നത് വീരേന്ദ്ര സേവാങ്ങിനോടാണ്. അദ്ദേഹത്തിനോട് നമ്മൾ ബാറ്റിംഗിനെ കുറിച്ച് ചോദിച്ചു, സേവാങ്ങിനോട് അദ്ദേഹത്തിന്റെ പിടിവാശിയെക്കുറിച്ച് ചോദിച്ചു, അദ്ദേഹത്തിന്റെ വഴക്കുകളെ കുറിച്ച് ചോദിച്ചു. ഇപ്പോൾ ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ പ്രസിദ്ധ ക്രിക്കറ്ററും സെലക്ടറുമായ യശ്പാൽ സിംഗിന്റെ ജഡ്ജ്മെന്റ് നോക്കാം. നിങ്ങള് ഇന്റർനാഷണൽ ക്രിക്കറ്റില് റിട്ടയർമെന്റ് മേടിച്ചിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഒരുപാട് ഷോസ് കണ്ടിട്ടുണ്ട്. ഈ അദാലത്തില് ഒരുപാട് ഗസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നതാണ്. വയസ്സിൽ മൂത്തവര് പോലും ഇങ്ങോട്ട് വരും. രജത് സാറ് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരം പറയാൻ പറ്റാണ്ട് വലിയ വലിയ ആൾക്കാർ ബുദ്ധിമുട്ടുന്നത് പോലും കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇന്നിവിടെ എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ശ്രദ്ധിച്ചതാ. അത് വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തോരു കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കുമെന്ന്. വളരെ സത്യസന്ധമായിട്ട് ഒരുപാട് ഉറപ്പോടെ നിങ്ങൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം തന്നിട്ടുണ്ട്. പിന്നീട് ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇതുവരെ പറഞ്ഞ ഉത്തരം എല്ലാത്തിനും തന്നെ ഈ കോടതി നിങ്ങളെ ഇവിടുന്ന് നിരപരാധി എന്ന് പറഞ്ഞയക്കുകയാണ്. പക്ഷേ ഇതിന്റെ ഒപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഇൻസ്ട്രക്ഷനും കൂടെ തരികയാണ്. നിങ്ങൾ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് സന്യാസിയായി മാറി. എങ്കിലും നിങ്ങൾ ക്രിക്കറ്റിനോടൊപ്പം എപ്പോഴും ഒരുമിച്ച് തന്നെ നിങ്ങൾ ഇരിക്കണം. അതുപോലെ തന്നെ യങ് പ്ലെയേഴ്സിന് നിങ്ങളുടെ അനുഭവവും നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചെല്ലാം പറഞ്ഞു കൊടുക്കണം. അവരെ എങ്ങനെയാണ് വളർക്കേണ്ടതെന്ന് വെച്ചാൽ, അതിൽ ഒരു പ്ലെയറെങ്കിലും
ഇന്റർനാഷണൽ ലെവലിൽ കളിക്കുന്ന സമയത്ത് ഈ യങ് ജനറേഷൻ പ്ലെയർ എല്ലാരും തന്നെ പറയണം, ഈ യങ് പ്ലെയറിന്റെ അടുത്ത് വീരുവിന്റെ സ്റ്റൈൽ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കോടതി നിങ്ങളെ സത്യസന്ധമായിട്ട് പറഞ്ഞ ഉത്തരം കൊണ്ട് മാത്രം നിങ്ങളെ നിരപരാധിയായിട്ട് ഇവിടുന്ന് പറഞ്ഞയക്കുകയാണ്. പക്ഷെ നിങ്ങൾ മുഴുവൻ നിരപരാധിയാവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, അതായത് നമ്മുടെ പ്രേക്ഷകർ ഒരു റിക്വസ്റ്റ് തന്നിട്ടുണ്ട്, നിങ്ങള് നിങ്ങളുടെ ഫേവറേറ്റ് പാട്ട് ഇവിടെ പാടി കാണിക്കണമെന്ന്. പ്ലീസ് ദയവ് ഇതൊന്ന് പാടണം. ഇത് അതേ പാട്ട് തന്നെയാണ്. MS ധോണി ന്യൂസിലാൻഡ് പര്യടന സമയത്ത് സ്പെഷ്യലായിട്ട് എനിക്ക് വേണ്ടി വെച്ച പാട്ട്. सास गाली देवे देवर जी समझा लेवे ससुराल गेंदा फूल. വീരേന്ദ്ര സെവാഗ് ഇതുപോലെ ക്രിക്കറ്റിനോടൊപ്പം യാത്ര ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി, അതുപോലെ തന്നെ പുതു പ്ലേയേഴ്സിനെ ഇൻസ്പയർ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ലോകത്തുള്ള ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിൽ എപ്പോഴും വീരേന്ദ്ര സെവാഗ് കാണുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഈ എപ്പിസോഡ് ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് കാണാം.